ഒക്കെയാണല്ലോ. സോ നമ്മൾ ഇന്നലെ വരെ ഡിസ്കസ് ചെയ്തത് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിന്റെ തന്നെയുള്ള ആരൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ബെന്താമും ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഹെഗലും ബെന്താമുമാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓപ്സ് ആണോ ഇന്നലെ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ് പഠിച്ചത് ആരൊക്കെയാണ്? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആരൊക്കെയാണ്? ഹെഗൽ ആൻഡ് ബെന്താമായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെഗൽ ഒരു സ്റ്റേറ്റിസ്റ്റ് വാദിയാണ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഹെഗൽ ആൻഡ് ബെന്താമായിരുന്നു. അത് ഞാൻ പറഞ്ഞു. ബെന്താമ് പഠിപ്പിച്ച് ബെന്താമിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് JS മില്ല് വരിക എന്ന് ഞാൻ പറഞ്ഞു. സോ അപ്പൊ ആദ്യം JS മില്ലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബെന്താം ആരാണ്, JS മില്ല് ആരാണ്? ഇത് രണ്ടുപേരും ഒരേ അപ്രോച്ചിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ബെന്താം ആയിക്കോട്ടെ JS മില്ല് ആയിക്കോട്ടെ ഒരേ അപ്രോച്ചിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ബെന്താമിന്റെ അപ്രോച്ചിന്റെ പേരെന്താണ്? ബെന്താം ഏത് ട്രഡീഷനിൽ നിന്നാണ് വരുന്നത്? ബെന്താം പറയുന്ന ഐഡിയയുടെ ആ ഒരു ട്രഡീഷന്റെ പേരെന്താണ്? ബെന്താം പറയുന്ന പേരെന്താണ്? ബെന്താം പറയുന്ന കൺസെപ്റ്റിന്റെ പേരെന്താണ്? ബെന്താമിന്റെ കൺസെപ്റ്റിന്റെ പേരെന്താണ്? യൂട്ടിലിറ്റേറിയനിസം അല്ലെ? ബെന്താമിന്റെ കൺസെപ്റ്റിന്റെ പേര് യൂട്ടിലിറ്റേറിയനിസം എന്നാണ്. യൂട്ടിലിറ്റേറിയനിസം. സോ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരോടൊന്ന് പറയണം. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം നമ്പർ ആണല്ലേ? മാക്സിമം നമ്പറിന് ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളതാണ് യൂട്ടിലിറ്റേറിയനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു മേജർ പ്രശ്നം? എന്തായിരുന്നു? മാക്സിമം നമ്പർ ഓഫ് പേഴ്സണ് മാക്സിമം ഹാപ്പിനെസ് കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്തായിരുന്നു? 100ൽ 90 പേർക്കും നമ്മൾ ഹാപ്പിനെസ് കൊടുത്തു. ആ സ്റ്റേറ്റ് ഹാപ്പിനെസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബെന്താമിന്റെ ലോജിക്ക് പ്രകാരം ആ സ്റ്റേറ്റ് ചെയ്യുന്നത് ശരിയാണ്. എന്താണ്? കാര്യമായിട്ട് 100ൽ 90 പേർക്കും ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ് എന്ന നിലയിൽ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പ്രശ്നമുണ്ട് അവിടെ? മൈനോറിറ്റിയുടെ പ്രശ്നം ഉണ്ടല്ലേ? മൈനോറിറ്റിക്ക് അല്ലെങ്കിൽ മൈനോറിറ്റി അല്ലെങ്കിൽ എല്ലാവരെയും അത് അവിടെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില പ്രശ്നങ്ങൾ വരും. എല്ലാവരെയും അവിടെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നം വരും അല്ലേ? അതൊരു പ്രശ്നം. ഒന്ന് മൈനോറിറ്റിയെ ഒരു പ്രശ്നം, മൈനോറിറ്റിക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങൾ പ്ലഷർ എന്ന് പറയുന്ന ചിലത്, അത് ഞാൻ പറഞ്ഞിരുന്നു. പ്ലഷർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കത്തില്ലേ? സബ്ജക്റ്റീവ് അല്ലേ? അപ്പൊ ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെയും പ്ലഷർ ഒന്നായിരിക്കും. എല്ലാവർക്കും ഒരു കാര്യം കിട്ടി, എല്ലാവർക്കും ബിരിയാണി കിട്ടിയാൽ ആ പ്ലഷർ കറക്റ്റ് ആവും. എല്ലാവർക്കും ബിരിയാണി കിട്ടിയാൽ എല്ലാവർക്കും നല്ല ഹാപ്പിനെസ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കില്ലല്ലോ. ചില ആൾക്കാർക്ക് സദ്യ ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് വേറെ ഒരു വെസ്റ്റേൺ കൾച്ചറിലുള്ള ഫുഡായിരിക്കും ഇഷ്ടം. സോ ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് പ്ലഷേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് ബന്ധാം പറയുകയാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ഏത് തരം ഹാപ്പിനെസ് ഉണ്ടായാലും, എത്ര തരം ഹാപ്പിനെസ് ഉണ്ടായാലും, എത്ര തരം പ്ലഷർ ഉണ്ടായാലും അത് കറക്റ്റ് ആണ്. ക്വാണ്ടിഫൈഡ് ആണ്. ഒരാൾക്ക് 10 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. ഒരാൾക്ക് 10 ഹാപ്പിനെസ് കിട്ടി, ഒരാൾക്ക് 12 ഹാപ്പിനെസ് കിട്ടി. ഇങ്ങനെ എണ്ണത്തിലൊക്കെ പറയാൻ പറ്റും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ബന്ധാമ് പറഞ്ഞിരിക്കുന്നത്. ക്വാണ്ടിറ്റി വൈസ് പ്ലഷറിനെ അളക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ പ്രോബ്ലം എന്താണ്? എപ്പോഴായാലും ഓൾമോസ്റ്റ് ഒരു 95% ഹ്യൂമന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. സോ അങ്ങനെയുള്ള ഒരു ഹ്യൂമൻ, ഒന്ന് മൈനോറിറ്റി ഇഷ്യൂ ഇവിടെ കിടക്കുന്നു, സബ്ജക്റ്റീവ് ആണ് പ്ലഷർ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ബന്ധാമിന്റെ യൂട്ടിലിറ്റേറിയനിസം നിലനിന്ന് പോകാൻ ചാൻസ് ഇല്ല. അങ്ങനെ ബന്ധാമിന്റെ യൂട്ടിലിറ്റേറിയനിസത്തിനെ റിവൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ആളാണ് ആര്? JS മില്ല്. ആരാണ്? JS മില്ല് 1806-73 ഇടയിലാണ് വന്നിട്ടുള്ളത്. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ റിവൈസ് ചെയ്ത്, റിവിഷൻ ഓഫ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞിട്ട് വന്ന ഒരാളാണ്. ഓക്കെ, അതായത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് പ്രോബ്ലം ഉണ്ട്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിൽ പ്രോബ്ലം ഉണ്ട്. യൂട്ടിലിറ്റേറിയനിസത്തിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് പ്രോബ്ലം ഉണ്ട്. കാര്യം എന്താ? ബന്ധാം പറഞ്ഞിരിക്കുന്നത് എത്ര പേർക്ക് ഹാപ്പിനെസ് കിട്ടുന്നോ ആ സ്റ്റേറ്റ് നല്ലതാണ്. 100 പേരുണ്ട്, 90 പേർക്ക് ഹാപ്പിനെസ് കിട്ടിയാൽ ആ സ്റ്റേറ്റ് നല്ലതാണ്. അവിടെ 10 പേരെ കണക്കാക്കുന്നില്ല. അതുപോലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അളക്കാനും പറ്റും എന്നാണ് ബന്ധാം പറയുന്നത്. ഇത് രണ്ടും പോസിബിൾ അല്ല, പലപ്പോഴും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ബന്ധാമിന്റെ ക്രിറ്റിസിസം എന്തായിരുന്നു? ബന്ധാമിന് ഉണ്ടായിരുന്ന ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ടിറണി ഓഫ് മെജോറിറ്റിയാണ്. മെജോറിറ്റിയുടെ ഒരു ടിറണി ഉണ്ടാവും, മെജോറിറ്റിയുടെ ഒരു ആധിപത്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ബന്ധാമിന്റെ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ടിറണി ഓഫ് മെജോറിറ്റി എന്ന് ബന്ധാമിന്റെ
PDF പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? tyranny of majority എന്ന് ബെന്താമിന്റെ PDF പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? tyranny of majority പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? tyranny of majority എന്ന് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? ബെന്താമിന്റെ PDF കയ്യിലുണ്ടെങ്കിൽ എടുത്ത് നോക്കാം. tyranny of majority എന്ന് ക്രിറ്റിസിസം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ബെന്താം പറയുന്നത് മെജോറിറ്റി ആളിന് ഹാപ്പിനെസ് കിട്ടിയാൽ ഇതാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെജോറിറ്റിക്കാരെ ആഗ്രഹങ്ങൾ മാത്രമേ നടക്കൂ, അല്ലേ? മൈനോറിറ്റിയുടെ ആഗ്രഹങ്ങൾ നടക്കില്ല. അപ്പൊ ഈ tyranny ഓഫ് മെജോറിറ്റി ആദ്യമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് അലക്സ് ഡി ടോക്കിവെല്ലി. അലക്സ് ഡി ടോക്കിവെല്ലിയാണ് വേൾഡിൽ ആദ്യമായിട്ട് tyranny ഓഫ് മെജോറിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ആൾ അലക്സ് ഡി ടോക്കിവെല്ലിയാണ്. tyranny ഓഫ് മെജോറിറ്റി. അതിൽ നിന്നാണ് ഈ മില്ലൊക്കെ കടമെടുത്തിരിക്കുന്നത്. മില്ല് ഇൻഫ്ലുവൻസ് ആകുന്നത് അലക്സ് ഡി ടോക്കിവെല്ലിയിലാണ്. tyranny ഓഫ് മെജോറിറ്റി എന്ന് പറയുന്ന ഐഡിയ. ഓക്കെ, ഇനി എന്താണ്? ഓക്കെ, ഒന്നുകൂടി പറയാം. ഓക്കെ, ബെന്താമ് ബെന്താമിന്റെ PDF ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കുക. ബെന്താമിന്റെ PDF ക്രിറ്റിസിസം വരുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ബെന്താമ് മെജോറിറ്റിയാണ് അംഗീകരിക്കുന്നത്. ഹാപ്പിനെസ് മെജോറിറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാണ്. ഇപ്പൊ കേരളത്തില് മെജോറിറ്റി ആൾക്കാർക്കും ഹാപ്പിനെസ് ഉണ്ട് എങ്കിൽ, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ബെന്താം പറയുന്നത് ക്വാണ്ടിറ്റി വൈസ് ആണ്. ക്വാണ്ടിറ്റി വൈസ് മീൻസ് ഇപ്പൊ ഇത്ര കിലോ അരി കൊടുത്താൽ ഹാപ്പിനെസ് ആയി എന്ന് ഒരു ഉദാഹരണം പറയാം. ഒരു അരിയുടെ കേസിൽ മാത്രം. ഇപ്പൊ റൈസ് എല്ലാവർക്കും എന്ത് കൊടുക്കുന്നു? റേഷൻ കട വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം വഴി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി, ഏതെങ്കിലും ഒരു സിസ്റ്റം വഴി നമുക്ക് എല്ലാ വീടുകൾക്കും ഇത്ര 10 കിലോ നല്ല ക്വാളിറ്റി അരി തരുന്നു. പക്ഷെ 10 കിലോ ക്വാളിറ്റി അരി എന്ന് പറയുമ്പോൾ ഒരു ഹാപ്പിനെസ് ആയിട്ടായിരിക്കുമല്ലോ കണക്ക് കൂട്ടുക. ആ 10 കിലോ അരി എന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ എണ്ണം 10 കിലോ 90 പേർക്ക് കൊടുത്തു. 100 പേരുള്ള പോപ്പുലേഷനിൽ 100 പേർക്കും കൊടുത്തു. പക്ഷെ 90 പേരെ ഹാപ്പി ആയുള്ളൂ. 90 പേരെ ശരിയാണ്. 100 പേരിൽ 90 പേരെ ഹാപ്പി ആയുള്ളൂ. ബാക്കി 10 പേരെ ഹാപ്പി ആയില്ല എങ്കിലും ബെന്താമിന്റെ സെൻസിൽ അത് ഓക്കെയാണ്. ബെന്താമിന്റെ സെൻസിൽ ആ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 90 പേരുടെയും ഇഷ്ടങ്ങളല്ലേ ആ രാജ്യത്ത് നടക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നീട് ഈ 90 പേരുടെയും ഇഷ്ടങ്ങളല്ലേ ആ രാജ്യത്ത് നടക്കാൻ ചാൻസ് ഉള്ളൂ. അങ്ങനല്ലേ? ആ 10 പേരുടെ ഇഷ്ടങ്ങളായിരിക്കും പിന്നെ പരിഹരിക്കപ്പെടുക. 90. അപ്പം മെജോറിറ്റിക്ക് ഒരു ആധിപത്യം ഉണ്ടാവും. അതാണ് tyranny ഓഫ് മെജോറിറ്റി. tyranny ഓഫ് മെജോറിറ്റി എന്ന് പറയുന്നത് ആ മെജോറിറ്റിക്ക് ഒരു ആധിപത്യം ഉണ്ടാകും. tyranny ഓഫ് മെജോറിറ്റി. ആ മെജോറിറ്റിക്ക് ഒരു ആധിപത്യം ഉണ്ടായി കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരെ മാത്രമേ അംഗീകരിക്കും. ബ്രേക്ക് ആവുന്നുണ്ടോ? ബാക്കിയുള്ളവരോടൊന്ന് പറയും. ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്കായി പോകുന്നുണ്ടോ? ഓക്കെ. JS മില്ല് ഇതുവരെയുള്ള ഐഡിയ ആണ് നമ്മൾ പറഞ്ഞു. അതായത് ബെന്താം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചാറ്റ് ബോക്സിൽ ആൻസർ പറയണേ. ബെന്താം എന്താ പറഞ്ഞിരിക്കുന്നത്? ബെന്താം പറഞ്ഞിരിക്കുന്നു പ്ലഷർ ക്വാണ്ടിഫൈഡ് ആണ്, ക്വാണ്ടിറ്റിയിൽ പറയാൻ പറ്റും. പ്ലഷർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിൽ പറയാൻ പറ്റും. അതായത് എത്ര പ്ലഷർ കൊടുക്കുന്നുണ്ട് എന്ന് എണ്ണത്തിൽ പറയാൻ പറ്റും. 10 പ്ലഷർ, 11 പ്ലഷർ, അങ്ങനെ എണ്ണത്തിൽ പറയാൻ പറ്റും. അങ്ങനെ ക്വാണ്ടിറ്റി വൈസ് പ്ലഷർ കൊടുക്കുന്നു. ആ പ്ലഷർ കാരണം ആൾക്കാർക്ക് പ്ലഷർ കിട്ടുന്നുണ്ട് എങ്കിൽ ആ സ്റ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ സ്റ്റേറ്റ് ആണ് പ്ലഷർ കൊടുക്കുന്നത് എങ്കിൽ മാക്സിമം നമ്പർ, ഗ്രേറ്റസ്റ്റ് നമ്പറിന് പ്ലഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതാണ് ബെന്താം പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ യൂട്ടിലിറ്റേറിയനിസം ആയി, ഉപയോഗമുള്ള സ്റ്റേറ്റ് ആയി മാറി യൂട്ടിലിറ്റേറിയനിസം. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ? പ്ലഷർ എപ്പോഴും ക്വാണ്ടിറ്റിയിൽ പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെയും സന്തോഷം സബ്ജക്റ്റീവ് ആണ്. ഓരോരുത്തർ വൈസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ മാറുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവാം? ഇതില്ലായ്മ ഉണ്ടാവാം. ഇപ്പം പ്ലഷർ ഇങ്ങനെ സ്ക്രീൻ ഇല്ലേ? ആർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ബ്രേക്ക് ഇല്ലല്ലോ. ഞാൻ ഇതുവരെ പറഞ്ഞാൽ ബ്രേക്ക് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഫൈൻ. ജിഷ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതിയേ. ഓക്കെ, സോ ഇതിനകത്ത് യൂട്ടിലിറ്റേറിയനിസം ഇത്ര പറഞ്ഞു. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട്. ഇന്നലെ ബെന്താമ് ശ്രദ്ധിച്ച ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി ബെന്താമ് പറഞ്ഞ ക്വാണ്ടിറ്റി വൈസ് പ്ലഷർ അളക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പ്ലഷർ നല്ലതുപോലെ കൊടുത്താൽ, പ്ലഷർ നല്ലതുപോലെ ഒരു സ്റ്റേറ്റ് കൊടുക്കുകയാണെങ്കിൽ
എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നല്ല ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു ചാൻസ് ഉള്ളത് എന്താണ്, ഒരു പ്ലഷർ കിട്ടുന്ന ആൾക്കാർ, ഒരു 90% ആൾക്കാർക്ക് പ്ലഷർ കിട്ടി, 10% ഹാപ്പിനെസ് കിട്ടിയില്ല, 10% ഹാപ്പിനെസ് കിട്ടിയില്ല, അല്ലെങ്കിൽ പ്ലഷർ കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ മൈനോറിറ്റി ഇഗ്നോർ ചെയ്യും, അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നമാണ് പ്ലഷർ ഒരിക്കലും അളക്കാൻ പറ്റത്തില്ല. ബന്ധാം എപ്പോഴും പ്ലഷറിനെ സമീപിച്ചിട്ടുള്ളത് അളക്കാൻ പറ്റും എന്നൊരു രീതിയിലാണ്. പ്ലഷർ ഒരിക്കലും ഹാപ്പിനെസ് അളന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ രണ്ട് പ്രോബ്ലം അവിടെ ഉണ്ടാവും. ഒന്ന് ക്വാണ്ടിറ്റി വൈസ് പ്രോബ്ലം ഉണ്ടാവും, രണ്ട് മൈനോറിറ്റിയെ നമ്മൾ ഇഗ്നോർ ചെയ്യും. ഈ രണ്ട് പ്രോബ്ലം മാറ്റാൻ വേണ്ടി മില്ല് എന്ത് ചെയ്തു, യൂട്ടിലിറ്റേറിയൻസ് റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഒന്ന് റിവിഷൻ ചെയ്തിട്ട് ഒരു പുതിയ യൂട്ടിലിറ്റേറിയൻസും കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് മില്ല് എന്ത് പറഞ്ഞു, ഹാപ്പിനെസ് മാക്സിമൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ബന്ധാമിന്റെ വ്യൂ അല്ലെ. മാക്സിമം ഹാപ്പിനെസ് കൊടുക്കണം, ഗ്രേറ്റസ്റ്റ് നമ്പറിന് കൊടുക്കണം എന്നായിരുന്നു മില്ലിന്റെ വ്യൂ, അല്ല ബന്ധാമിന്റെ വ്യൂ. പിന്നെ സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ഒന്നും അധികം വേണ്ട, പ്ലഷർ കൊടുക്കണമല്ലോ, ഹാപ്പിനെസ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് എപ്പോഴും വെൽഫെയറിന് വേണ്ടിയോ അതല്ലെങ്കിൽ ആൾക്കാർക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്ന സാധനങ്ങൾക്ക് വേണ്ടി മാത്രം ഇന്റർവെയിൻ ചെയ്താൽ മതി, ബാക്കി എല്ലാം ആൾക്കാരുടെ ഇഷ്ടത്തിന് വിടുക എന്നൊക്കെ ഉള്ളത് ബന്ധാമിന്റെ തിയറി ആയിരുന്നു. പക്ഷെ മില്ല് അവിടെ എന്ത് ചെയ്തു, റിവൈസ് ഇൻഡിവിജ്വൽ ലിബർട്ടിയെ നമ്മൾ, ഒരു ഇൻഡിവിജ്വൽ ലിബർട്ടി, അവിടെയാണ് ഹാപ്പിനെസ് ഇരിക്കുന്നത്. ഇൻഡിവിജ്വൽ ലിബർട്ടിയിലാണ് ഹാപ്പിനെസ് ഇരിക്കുന്നത്. നിങ്ങൾ എത്ര കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യമില്ല, ഹാപ്പിനെസ് ഇരിക്കുന്നത് ഇൻഡിവിജ്വൽ ലിബർട്ടിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്ലഷർ വേരി ചെയ്യും. ഹയസ്റ്റ് പ്ലഷർ എന്ന് പറയുന്നത് ഫിസിക്കൽ പ്ലഷർ പോലെ അല്ല. ഹയസ്റ്റ് പ്ലഷർ എന്ന് പറയുന്നത് ഫിസിക്കലി നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ പോലെ അല്ല. അതായത് ഫിസിക്കലി കിട്ടുന്ന അരി കിട്ടുക, വീട് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള പ്ലഷർ നമ്മൾ ഫിസിക്കൽ പ്ലഷർ എന്ന് കണ്ടാൽ, ഒരു സ്റ്റേറ്റ് കൊടുക്കുന്ന ഫിസിക്കൽ പ്ലഷർ ആയിട്ട് കണ്ടാൽ, ഇതിനേക്കാളും പ്ലഷർ ആയിരിക്കും ഒരാൾക്ക് സമാധാനത്തോടു കൂടി ആ രാജ്യത്ത് ജീവിക്കാൻ കഴിയുക. ഉദാഹരണം പറയുന്നു, നിങ്ങളെ രാജ്യത്ത് കോടികളുടെ ബിസിനസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എന്നും വാറാണെങ്കിൽ ആ രാജ്യത്തിന്റെ ആൾക്കാർക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. എന്നും വാറാണ്, സിവിൽ വാറാണ്, അങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാവും. ഒരു സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്, അങ്ങനെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും തോന്നുന്നുണ്ടോ? അപ്പൊ ക്വാണ്ടിറ്റി വൈസ് പറയാൻ പറ്റും, ക്വാണ്ടിറ്റി ആണ് ഇതെങ്കിൽ. ഇപ്പൊ USA ഭയങ്കര വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ USA ഇനി അടുത്ത ഉള്ള എല്ലാ സമയങ്ങളിലും എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. USA എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി വൈസ് നല്ല പ്ലഷർ കൊടുക്കുന്ന, ക്വാണ്ടിറ്റി വൈസ് നമുക്ക് സ്റ്റേറ്റ് ഒക്കെ നന്നായിട്ട് നല്ല ലിവിങ് കണ്ടീഷൻസ് ഉള്ള, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ഒരു രാജ്യമാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ചൈനയാണ്. ചൈന 2020 വരെ ആലോചിച്ച് നോക്കുക. 2020 വരെ ഭയങ്കരമായിട്ട് ഇപ്പോഴും വെൽ ഡെവലപ്ഡ് ആയി പോകുന്നു. പക്ഷെ ചൈനയിൽ എന്തുണ്ടായി, കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപനം ഉണ്ടായി. ആ സ്പ്രെഡ് ഉണ്ടായ സമയത്ത് ചൈന വെൽ ഡെവലപ്ഡ് ആണെന്ന് ആരും നോക്കിയില്ല. ചൈന എത്രത്തോളം പ്ലഷർ സ്റ്റേറ്റ് കൊടുക്കുന്നു എന്ന് നോക്കിയില്ല. ചൈന എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ആൾക്കാർക്ക് കാര്യങ്ങൾ വെൽഫെയർ കൊടുക്കുന്നുണ്ട്, എത്ര ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, എത്ര സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊടുക്കുന്നുണ്ടെന്ന് ആൾക്കാർ നോക്കിയില്ല. കാര്യം എന്താ, ഫിസിക്കൽ പ്ലഷറിനേക്കാളും അവിടെ സമാധാനമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വലിയ പ്രശ്നം വന്നു. സമാധാനമില്ല, നല്ല ആരോഗ്യമുള്ള ഒരു സിറ്റുവേഷന്റെ പ്രശ്നം ആ കൊറോണ സമയത്ത് വന്നു. അപ്പം അവിടെ പ്ലഷറിനെ ചോദ്യം ചെയ്യപ്പെടും. അതായത് നമ്മൾ എപ്പോഴും ഹാപ്പിനെസ് അളക്കേണ്ടത് ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ കാര്യത്തിലോ അതല്ല എങ്കിൽ ഫിസിക്കൽ പ്രഷർ അല്ലാത്ത കുറെ ഹാപ്പിനെസ് ഉണ്ട്. ഫിസിക്കൽ പ്രഷർ അല്ലാത്ത ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഫിസിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല സാഹചര്യം കൊടുക്കുക, ഇതിനപ്പുറമുള്ള കുറെ ഫിസിക്കൽ ഹയസ്റ്റ് പ്ലഷർ ഉണ്ട്. ഈ ഹയസ്റ്റ് പ്ലഷറിനെ നമ്മൾ നോക്കണം. ഫിസിക്കൽ പ്ലഷർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഫിസിക്കൽ പ്രഷർ വേണം, പക്ഷെ ഫിസിക്കൽ പ്രഷർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഹയസ്റ്റ് മോറൽ പ്ലഷർ ഉണ്ട്, അതായത് സമാധാനം ഉണ്ടാവുക, നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുക, നോർമലായിട്ട് വേറെ വലിയ സെക്യൂരിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ഹയസ്റ്റ് പ്ലഷർ ഉണ്ട്, അത് വേണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, അത് മില്ല് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി എ ഹ്യൂമൻ ബീങ് ഡിസാറ്റിസ്ഫൈഡ് ദാൻ എ പിഗ് സാറ്റിസ്ഫൈഡ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്ങിനെ വെച്ചിട്ടാണ് നോക്കേണ്ടത്, അതല്ലാതെ ഒരു ക്വാണ്ടിറ്റി വൈസ് നമ്മളെല്ലാ ഇതും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഉദാഹരണം ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണമാണ് പറയാം, അപ്പൊ കുറച്ചുകൂടെ കാര്യം കത്തും. ഞാനൊരു മദ്യപിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ എന്ന വ്യക്തി ഈ റൂമിലിരുന്ന് മദ്യപിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. വേറെ ആർക്കും ദോഷമില്ല, എൻ്റെ വീട്ടിൽ ആരും ഇല്ലാന്ന് വിചാരിക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഞാൻ ഇതേ സാധനം യൂസ് ചെയ്തുകൊണ്ട് ജംഗ്ഷനിൽ പോയി ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു. ഇത് രണ്ട് സാഹചര്യമല്ലേ? രണ്ട് സാഹചര്യമല്ലേ? രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടും ഞാൻ യൂസ് ചെയ്തു, പക്ഷെ രണ്ട് സാഹചര്യത്തിലല്ലേ? അവിടെ എനിക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സൊസൈറ്റിയിൽ പോയി ഞാനൊരു പ്രശ്നമുണ്ട്, സൊസൈറ്റിയിൽ പോയി ഞാൻ ബഹളം വെക്കുമ്പോൾ
എനിക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടാവാൻ? എനിക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടാവുന്നത്? എനിക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടാവുന്നത്? മറ്റുള്ളവർക്കും പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അല്ലേ? സോ ഇതും യൂട്ടിലിറ്റേറിയനിസം പറയണം, ഇതും യൂട്ടിലിറ്റേറിയനിസം പറയണം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ നല്ല ശമ്പളം മേടിക്കുന്നു, 1 ലക്ഷമാണ് നിങ്ങളുടെ ശമ്പളം, 1 ലക്ഷം മിനിമം. ഇപ്പോൾ 1 ലക്ഷം ഒന്നും വലിയ ശമ്പളം അല്ല, എന്നാലും 1 ലക്ഷമാണ് ശമ്പളം എന്ന് വിചാരിക്കും. മാസം 1 ലക്ഷം രൂപ നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ എൻവയോൺമെന്റ് പൊല്യൂഷൻ നടത്തിയിട്ടാണ് 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു മിനറൽ വാട്ടർ കമ്പനിയാണ് നടത്തുന്നത്. നിങ്ങൾ എൻവയോൺമെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ 1 ലക്ഷം രൂപ വരുമാനം നേടുന്നത്. അതല്ല എങ്കിൽ നിങ്ങളൊരു ഒരു ഫയർ ക്രാക്കിംഗ് ആണ്, ഫയർ ക്രാക്കിങ്ങിന്റെ ബിസിനസ് ആണെന്ന് വിചാരിക്കുക, അതായത് പടക്ക നിർമ്മാണശാല അതാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എൻവയോൺമെന്റ് ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്, എന്നിട്ടാണ് നിങ്ങൾ ആ 1 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നത്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് കിട്ടി, നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് കിട്ടി. പക്ഷേ അവിടെ മറ്റുള്ളവൻ എന്ത് പ്രശ്നം വരുന്നുണ്ട്? മറ്റുള്ളവൻ പൊല്യൂഷൻ സഹിക്കണ്ടേ? മറ്റുള്ളവൻ പൊല്യൂഷൻ മില്ല് ലിബർട്ടിയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. മില്ല് ലിബർട്ടിയെ കുറിച്ച് പറയാൻ പോവാ, ഇങ്ങനെയാണ് പറയുന്നത്. മറ്റുള്ളവൻ ഇത് സഹിക്കണ്ടേ? മറ്റുള്ളവൻ സഹിക്കണ്ടേ? അപ്പൊ നമ്മൾ അതും കൂടെ നോക്കണം. മില്ലാണ് ഇത് തിരുത്തി കൊടുക്കുന്നത്. ബന്ധാം എന്താ പറഞ്ഞ എല്ലാം ക്വാണ്ടിറ്റി വൈസ് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ ആ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സ്റ്റേറ്റ് എനിക്ക് നല്ല ഒരു ഫെസിലിറ്റി തന്നു, എനിക്ക് 1 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റി. പക്ഷെ ഞാൻ ആരെയും ദ്രോഹിക്കുന്നുണ്ടോ എന്ന് സ്റ്റേറ്റ് നോക്കിയില്ല. പക്ഷെ അതും കൂടെ നോക്കണം. അതായത് സെൽഫ് റിഗാർഡിങ് ആക്ഷനും അതർ റിഗാർഡിങ് ആക്ഷനും. സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി കാരണം, ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ ഒരു പ്രശ്നം, ഇൻഡിവിജ്വൽ ലിബർട്ടി കാരണം നമ്മളെ മാത്രമേ അഫക്ട് ചെയ്യുന്നുള്ളെങ്കിൽ വലിയ പ്രശ്നമില്ല. നമ്മളെ അഫക്ട് ചെയ്യുന്ന നമ്മളെക്കാളും സൊസൈറ്റിയെ അഫക്ട് ചെയ്യണമെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഒന്നുകൂടെ ഞാൻ പറയാം. മില്ല് പറഞ്ഞത് ബന്ധാമിനെ തിരുത്തിക്കൊണ്ട്, ബന്ധാം എന്താ പറഞ്ഞത്? ഗ്രേറ്റസ്റ്റ് നമ്പറിനെ ക്വാണ്ടിറ്റി വൈസ് ചെയ്താൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ക്വാണ്ടിറ്റി വൈസ് നോക്കി ഹാപ്പിനെസ് എടുക്കാൻ പറ്റത്തില്ല. ക്വാളിറ്റി തന്നെ വേണം, അതായത് ഹയസ്റ്റ് പ്ലഷർ തന്നെ കൊടുക്കണം. അതല്ലാതെ ക്വാണ്ടിറ്റി ഫിസിക്കൽ പ്ലഷർ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ഹയസ്റ്റ് പ്ലഷർ തന്നെ നമ്മൾ കൊടുക്കണം. അപ്പൊ ഹയസ്റ്റ് പ്ലഷർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഹ്യൂമൻ ബീയിങ്ങിന് ഡിസാറ്റിസ്ഫാക്ഷൻ നമ്മൾ മാനിക്കണം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടി ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് കിട്ടും. ഇതും ആര് പറഞ്ഞു? മില്ല് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടി, എന്റെ മദ്യപാനവും സിഗരറ്റ് വലിയുമാണ് എന്റെ ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി എന്റെ തുടങ്ങിയാൽ അവിടെ നമ്മളത് കൈകാര്യം ചെയ്യണം. അതായത് സ്റ്റേറ്റ് ഇടപെടേണ്ട സ്ഥലം അതർ റിഗാർഡിങ് ആക്ഷനിലാണ്. സെൽഫ് റിഗാർഡിങ് ആക്ഷനും ഉണ്ട്, അതർ റിഗാർഡിങ് ആക്ഷനും ഉണ്ട്. ഒന്ന് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ, 2 അതർ റിഗാർഡിങ് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം ബാധിക്കുന്ന കാര്യം. ഞാൻ ഈ റൂമിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നു, മദ്യപിക്കുന്നു, വേറെ ആർക്കും ഒരു ദോഷമില്ല, എന്റെ ഹാപ്പിനെസ് എനിക്ക് കിട്ടി, അപ്പൊ കുഴപ്പമില്ല. യൂട്ടിലിറ്റേറിയസം പറയുന്നത് എന്താ? ഹാപ്പിനെസിന് വേണ്ടി എന്തും ചെയ്യാം, ഇൻഡിവിജ്വൽ ലിബർട്ടി എന്തും ചെയ്യാം, മാക്സിമം ഹാപ്പിനെസ് കിട്ടിയാൽ മതി. ഓക്കെ, യൂട്ടിലിറ്റേറിയസം അംഗീകരിച്ചു. പക്ഷെ ഇതേ മദ്യപാനവും സിഗരറ്റ് വലിയും കൊണ്ട് ഞാൻ എവിടെ ചെല്ലുന്നു? സൊസൈറ്റിയെ ബാധിക്കുമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഇടപെടണം. പോലീസായിട്ടോ അതല്ലെങ്കിൽ വേറൊരു ഫോമിലോ എങ്ങനെയായാലും സ്റ്റേറ്റ് ഇടപെടണം. സ്റ്റേറ്റ് ഇടപെട്ടിട്ട് അത് ഇല്ലാണ്ടാക്കണം. അതാണ് അതർ റിഗാർഡിങ് ആക്ഷൻ. അതായത് സെൽഫ് റിഗാർഡിങ് ആക്ഷനും അതർ റിഗാർഡിങ് ആക്ഷനും ആര് പറയുന്നുണ്ട്? ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ കേസിൽ മില്ല് പറയുന്നുണ്ട്. ബന്ധാമിനെ പാടെ തള്ളിക്കളയാണ് മില്ല്. പക്ഷെ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ഐഡിയ തള്ളിക്കളയുന്നില്ല. യൂട്ടിലിറ്റേറിയനിസം വേണം, അത് ഒൺലി ഓൺ ഇൻഡിവിജ്വൽ ബേസിസ്, ഇൻഡിവിജ്വൽ ലിബർട്ടി ബേസിസ്. അവിടെ സ്റ്റേറ്റ് എങ്ങനെ ഇടപെടണം? സ്റ്റേറ്റ് ഇടപെടേണ്ട കാര്യം ഉണ്ട് എങ്കിൽ മാത്രമേ ഇടപെടാവൂ. സ്റ്റേറ്റ് ഇൻഡിവിജ്വലിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഷുഡ് ബി ഫ്രീ. അവിടെ എന്ത് ചെയ്യണം? ഫ്രീ ആക്കണം, ഫ്രീ ആക്കി തന്നെ വെക്കണം. സെൽഫ് റിഗാർഡിങ് ആക്ഷൻ ആണെങ്കിൽ ഫ്രീ ആക്കി തന്നെ വിടണം, സ്റ്റേറ്റ് ഇടപെടേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ റൂമിലിരുന്ന് മദ്യപിക്കുന്നതോ വേറെ ഏതെങ്കിലും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്റെ റൂമിലോ എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ അത് സമൂഹത്തെ ബാധിക്കും. അവിടെ മാത്രമേ സ്റ്റേറ്റ് ഇടപെടാവൂ, അവിടെ മാത്രമേ സ്റ്റേറ്റിന്റെ റോൾ ഉള്ളൂ. ബാക്കി ഒരു സ്ഥലത്തും സ്റ്റേറ്റിന്റെ റോള് അങ്ങനെ വരുന്നില്ല എന്നാണ് മില്ല് പറയുന്നത്. യൂട്ടിലിറ്റേറിയനിസവുമായി ബന്ധപ്പെട്ട മില്ലിന്റെ അവകാശവാദങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ മില്ലിന് ഹാം പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന പ്രിൻസിപ്പിൾ. സെൽഫ് റിഗാർഡിങ് ആക്ഷനും അതർ റിഗാർഡിങ് ആക്ഷനും ഉണ്ട്. ഇത് രണ്ടും ചേർത്ത് തന്നെയാണ് ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഓൺ ലിബർട്ടി എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്. ഓൺ ലിബർട്ടി എന്ന് പറയുന്ന എസ്സേയിൽ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹാം പ്രിൻസിപ്പിൾ. സെൽഫ് റിഗാർഡിങ് ആക്ഷനും അതർ റിഗാർഡിങ് ആക്ഷനും ഉണ്ട്. സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ സെൽഫിനെ മാത്രം ബാധിക്കുന്ന സാധനം, എനിക്ക് സൊസൈറ്റിയായിട്ട് ഞാൻ ഒരു ദോഷം ചെയ്യുന്നില്ല, അപ്പൊ പ്രശ്നമില്ല. അതർ റിഗാർഡിങ് ആക്ഷനിൽ ഞാൻ സൊസൈറ്റിയെയും കൂടെ പ്രശ്നമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ മറുപടി പറയണം. അതുപോലെ സ്റ്റേറ്റ്
അവിടെ ഇടപെടണം. ഒരു ഡിഗ്നിഫൈഡ് ഹ്യൂമൻ ലൈഫ് ഉണ്ടാക്കേണ്ടതാണ് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സമാധാനം, സന്തോഷം കൊടുക്കലാണ് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി. അല്ലാതെ ഫിസിക്കൽ പ്ലഷർ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അതായത് ഇത്ര സാധനങ്ങൾ വെച്ചു കൊടുക്കുക, വീട് വെച്ചു കൊടുക്കുക, അങ്ങനെ മാത്രം ചെയ്യുന്നതല്ല. ഫിസിക്കൽ പ്ലഷർ അല്ല, ഒരു മോറൽ പ്ലഷർ, ഒരു ഹയസ്റ്റ് പ്ലഷറും കൂടെ കൊടുക്കണം. അതാണ് ബന്ധാമിനെ തിരുത്തിയത്. ഹയസ്റ്റ് പ്ലഷർ ആകുമ്പോൾ അവിടെ സബ്ജക്റ്റീവായി, സബ്ജക്റ്റീവ് ആയപ്പം അത് ക്വാളിറ്റി ആയി, സബ്ജക്റ്റീവ് ആയപ്പം അത് ക്വാളിറ്റി ആയി. ബന്ധാം എന്ത് പറഞ്ഞു? നിനക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ സ്റ്റേറ്റ് ഇടപെടണ്ട എന്നായി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ബന്ധാമും മില്ലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ബന്ധാമ് ക്വാണ്ടിറ്റി പറയുന്നു, മില്ല് ക്വാളിറ്റി പറയുന്നു. മനസ്സിലായോ? എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഞാൻ അധികം സമയം എടുത്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നോർമലി ഉള്ള സ്പീഡിൽ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോകുന്നുള്ളൂ. നെറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഇത് നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ഒന്നുകൂടെ പറയാമെന്ന് പറയുന്നത് ഏത് പോർഷനിലാണ് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആകും. ലാസ്റ്റ്. ഓക്കെ, ബാക്കിയുള്ളവരോട് ഒന്ന് പറയും. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? ബന്ധാമ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ മില്ല് മനസ്സിലാവൂ. ബന്ധാമ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണ് എടുത്തത്. മില്ല് ഈ ക്ലാസ്സിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞാണ്. ഓക്കെ. ഡിഫറൻസിയേഷൻ ഒന്നുകൂടെ പറയാം. സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ, അതർ റിഗാർഡിംഗ് ആക്ഷനിലെ മനസ്സിലാവാത്തത് ഐശ്വര്യ? സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ ആൻഡ് അതർ റിഗാർഡിംഗ് ആക്ഷനിലെ മനസ്സിലാവാത്തത് അതാണോ? ബന്ധാമിന്റെയും ഇതിന്റെയും ഡിഫറൻസ് ആണോ? അത് തന്നെ. ഏത് ഡിഫറൻസ് ആണ്? ബന്ധാമിന്റെയും ഇതിന്റെ ഡിഫറൻസ് ആണല്ലേ? ഓക്കെ. ബന്ധാം പറഞ്ഞിരിക്കുന്നത് ഹാപ്പിനെസ് കൊടുക്കാൻ ഏതെങ്കിലും, ഇത് സിമ്പിൾ ആയിട്ട് വേണം, വളരെ സിമ്പിൾ ആയിട്ട് വേണം. ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹാപ്പിനെസ് കൊടുക്കുക എന്നതാണ്. ഹാപ്പിനെസ് കൊടുത്തു. ഒരാൾ ഹാപ്പിനെസ് കൊടുത്താൽ, സ്റ്റേറ്റ് ഒരാൾക്ക് ഒരു ഹാപ്പിനെസ് കൊടുത്താൽ, അങ്ങനെ 100 പേരുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു സ്റ്റേറ്റിൽ 100 പേരുണ്ട്. 90 പേർക്കും ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്കും ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യുന്നു? ആ സ്റ്റേറ്റ് നല്ലതാണ് ചെയ്യുന്നത്. അതാണ് യൂട്ടിലിറ്റേറിയനിസം. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത് മാക്സിമം നമ്പറിന് ഹാപ്പിനെസ് കൊടുക്കുക. ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നാണ് പറയുക. മാക്സിമം നമ്പറിന് ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന 10 പേരെ ആരും നോക്കുന്നില്ല. 10 പേർക്ക് ഹാപ്പിനെസ് ഇല്ല അവിടെ ആരും അത് ചിന്തിക്കുന്നില്ല. അപ്പൊ അതൊരു പ്രോബ്ലമാണ്. ബന്ധാം പറഞ്ഞതിൽ ഒരു പ്രോബ്ലം. ബന്ധാമാണ് യൂട്ടിലിറ്റേറിയൻസിന്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ആ ബന്ധാം പറഞ്ഞതാണ് എന്ത് ചെയ്യുന്നത്? ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ്, അതായത് മാക്സിമം ഹാപ്പിനെസ് ഫോർ മാക്സിമം നമ്പർ. അത് കൊടുക്കാൻ ആരാണ്? സ്റ്റേറ്റ് ഇന്റർവെയിൻ ചെയ്യണം. ആര് ഇടപെടണം? സ്റ്റേറ്റ് ഇടപെടണം. ഇതാണ് ബന്ധാം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മില്ല് പറഞ്ഞിരിക്കുന്നത് എന്താ? മില്ല് പറഞ്ഞു ബന്ധാം പറഞ്ഞ തെറ്റാണ്. കാര്യം എന്താ? സ്റ്റേറ്റ് എണ്ണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ക്വാണ്ടിറ്റി വൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഐശ്വര്യക്ക് സന്തോഷം കിട്ടുന്ന സാധനവും ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും സന്തോഷം കിട്ടുന്ന കാര്യം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഐശ്വര്യക്ക് ഒരു ബിരിയാണി കഴിക്കുന്ന സന്തോഷമാണെങ്കിൽ ദിശയ്ക്ക് അതായിരിക്കില്ല സന്തോഷം. ഒരു ഫുഡ് ഐറ്റത്തിൽ തന്നെ ഒരേ ഫുഡ് ഐറ്റം ബിരിയാണി 2 പേർക്ക് കൊടുത്താൽ 2 പേർക്കും സന്തോഷം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ക്വാണ്ടിറ്റി വൈസ് സന്തോഷം അളക്കാൻ പറ്റത്തില്ല. അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു? ക്വാണ്ടിറ്റി അല്ല, നമ്മൾ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. മില്ല് എന്ത് പറഞ്ഞു? ക്വാളിറ്റി നോക്കണം, ഹയസ്റ്റ് പ്ലഷർ നോക്കണം. മോറൽ പ്ലഷർ എന്ന് പറയുമ്പോൾ പലപ്പോഴും പൈസ ആയിരിക്കില്ല, പലപ്പോഴും പൈസയോ ക്വാണ്ടിറ്റിയോ ആയിരിക്കില്ല. നമുക്ക് സമാധാനം, സന്തോഷം, നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം, വാറില്ലാത്ത സാഹചര്യം, ഇതൊക്കെയാണ് സ്റ്റേറ്റ് കൊടുക്കേണ്ടത്. അതാണ് ആര് പറഞ്ഞ? മില്ല് പറഞ്ഞ. ഇനി രണ്ടാമത് മില്ല് പറഞ്ഞത് സ്റ്റേറ്റ് എവിടെ ഇടപെടണം? സ്റ്റേറ്റ് ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ കാര്യത്തിൽ ഇടപെടാനേ പാടില്ല. ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ, സ്വന്തമായിട്ട് മാത്രം അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഞാനൊരു കാര്യം, എൻ്റെ ഇൻഡിവിജ്വൽ ലിബർട്ടി, എനിക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യം
ഏറ്റവും മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുക. ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്, സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിലാണ് ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് വിചാരിക്കുക. പക്ഷേ അതിപ്പോൾ ഞാൻ മദ്യപാനം എന്ന് പറയുന്ന ഒരു സംഭവം എടുത്തു. മദ്യപാനം സെൽഫ് റിഗാർഡിങ് ആക്ഷൻ ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ മാത്രം അഫക്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ പോയി വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല എങ്കിൽ സ്റ്റേറ്റ് ഇടപെടണ്ട. പക്ഷേ ഞാൻ അതർ റിഗാർഡിങ് ആക്ഷനിലാണ് വരുന്നതെങ്കിൽ, അതർ റിഗാർഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനം കൊണ്ട് ഞാൻ പോയി സൊസൈറ്റി പോയി പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റിക്ക് ഒരു ഉപദ്രവമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് അവിടെ ഇടപെടണം. ഇതിനു മുമ്പ് ബന്ധാം എന്താ പറഞ്ഞിരുന്നത്? ബന്ധാം എന്താണ് പറഞ്ഞിരുന്നത്? ബന്ധാം പറഞ്ഞിരുന്നത് സ്റ്റേറ്റ് ഇന്റർവെയിൻ ചെയ്യേണ്ടത് എവിടെയാണ്? മാക്സിമം ഹാപ്പിനെസ് കൊടുക്കാനാണ്. ഈ മാക്സിമം ഹാപ്പിനെസ് എങ്ങനെ കൊടുക്കണമെന്നോ, മാക്സിമം ഹാപ്പിനെസ് കൊടുക്കുമ്പോൾ എല്ലാം ക്വാണ്ടിറ്റി വൈസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ആളാണ് ബന്ധാം. പക്ഷെ അവിടെ തിരുത്തി മാക്സിമം ഹാപ്പിനെസ്, എന്റെ ഹാപ്പിനെസ് മദ്യപാനമാണ് ന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഇടപെടാതിരുന്ന, ഈ മദ്യപാനം കൊണ്ട് സൊസൈറ്റിക്ക് ഉപയോഗം ഇല്ല, എന്തെങ്കിലും ദോഷം ഉണ്ടായാൽ സ്റ്റേറ്റ് ഇടപെടണം. സ്റ്റേറ്റ് ഇടപെടേണ്ട ഒരേ ഒരു സാഹചര്യം എന്താണ്? അത് സൊസൈറ്റിയെ ബാധിക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്ത ഒരു ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ കാര്യത്തിലും സ്റ്റേറ്റ് ഇടപെടേണ്ട ആവശ്യം ഇല്ല. അതായത് മാക്സിമം ഹാപ്പിനെസ് കൊടുക്കുന്നത് മാത്രമല്ല, ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ഒരാളിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചു, ഇപ്പൊ മദ്യപാനം കൊണ്ട് അയൽവക്കത്തുള്ള ഒരാൾക്കാണ് ബുദ്ധിമുട്ട്, അതുപോലും ബുദ്ധിമുട്ടാണ്. അതിനെ നമ്മൾ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയും. ഹാം പ്രിൻസിപ്പിൾ, അതായത് ഈ സെൽഫ് റിഗാർഡിങ് ആക്ഷനെയും അതർ റിഗാർഡിങ് ആക്ഷനെയും ഇതിൽ നമ്മൾ ചേർത്ത് പറയുന്ന സാധനം ഹാം പ്രിൻസിപ്പിൾ. ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഹാം ഉണ്ടാകാതിരിക്കുക. ഹാം ഉണ്ടാകുന്നു എങ്കിൽ ഇടപെടണം? സ്റ്റേറ്റ് ഇടപെടണം. ഹാം ഉണ്ടാകുന്നു എങ്കിൽ സ്റ്റേറ്റ് ഇടപെടണം. അതർവൈസ് സ്റ്റേറ്റ് ഇടപെടണ്ട. അങ്ങനെ അല്ല എങ്കിൽ സ്റ്റേറ്റ് ഇടപെടേ വേണ്ട. അവിടെ ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ ഇതാണ് സബ്ജക്റ്റീവ്. അപ്പം മില്ല് എന്താ പറയുന്നത്? മില്ല് പറയുന്നു അത് സബ്ജക്റ്റീവാണ്. ഹാപ്പിനെസ് എപ്പോഴും സബ്ജക്റ്റീവാണ്, മാറിക്കൊണ്ടേയിരിക്കും. ക്വാണ്ടിറ്റി വൈസ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ക്വാളിറ്റിയാണ്. ഇത് രണ്ടുമാണ് മില്ല് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ കൺസെപ്റ്റുകളാണ്. ഓക്കെ ആണോ? ബാക്കിയുള്ളവരോട് ഓക്കെ ആണോ? ഇത്രയും സ്ലോയിൽ ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എൻ്റെ ഒറ്റ സെൻസേ ഉള്ളൂ. ഞാനിപ്പം HSST എടുത്തു, നെറ്റിനെടുത്തു. നെറ്റിനൊക്കെ നമ്മൾ HSST ആദ്യമായിട്ടാണ് എടുത്തത്. നെറ്റിന് ഇപ്പം നമ്മൾ കുറേ കാലമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ അപ്പോൾ അവർക്കൊരു സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡ് വെച്ചാണ്. അപ്പോൾ അവർ മനസ്സിലാക്കി. അങ്ങനെയാണ്. ഇവിടെ സ്പീഡ് കുറവാണെന്ന് അറിയാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇരുത്തി പറയണമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് എല്ലാവർക്കും ഉപകാരപ്പെടണം. ചില ആൾക്കാർക്ക് ഒരു ആവർത്തന വിരസത തോന്നും. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത്, ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാകണം. അതുകൊണ്ടാണ് നമ്മൾ സമയം എടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ ഇത്രയും സമയം എടുക്കാൻ എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. ഓക്കെ, ഇനി ലിബർട്ടി എങ്ങനെയാണ് മില്ല് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത്? മില്ല് ഒരു പ്രശ്നം പറഞ്ഞിരുന്നു, ടിറണി ഓഫ് മെജോറിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ടിറണി ഓഫ് മെജോറിറ്റി ആരാണ് പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യം. ഈ ഇൻട്രൊഡക്ഷനിൽ ഒരാളെ പേര് പറഞ്ഞായിരുന്നല്ലോ, ആരാണത്? ടിറണി ഓഫ് മെജോറിറ്റി ടിറണി ഓഫ് മെജോറിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഭൂരിപക്ഷത്തിന്റെ ആധിപത്യം ഉണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു മറന്നുപോയോ? ബന്ധാമിനെ ക്രിട്ടിസൈസ് ചെയ്തതാണ്. അല്ല, ആബിദ പറഞ്ഞാണ്. അലക്സ് ടി ടോക്കിയോവല്ലി എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ബന്ധാം അത് കാണാതെ പോയ ആളാണ്. മില്ല് അത് കണ്ട ആളാണ്. ടിറണി ഓഫ് മെജോറിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ കണ്ട ആളാണ്. ഓക്കെ, അലക്സ് ടി ടോക്കിയോവല്ലി. ഈ PDF-ന്റെ മുകളിൽ കിടപ്പുണ്ട്. ഈ PDF വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ബ്രേക്ക് ഉണ്ടായിരുന്നോ? വോയിസ് ബ്രേക്കായി പോയിരുന്നോ? ഇല്ല. ഓക്കെ. സോ ടിറണി ഓഫ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹാപ്പിനെസ് നോക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് ആര് പറഞ്ഞത്? യൂട്ടിലിറ്റേറിയൻസുകൾ പറഞ്ഞത്. പക്ഷെ അത് ബന്ധാമാണ് പറഞ്ഞത്. ആര്? ബന്ധാമാണ് എന്ത് പറഞ്ഞത്? ഈ ടിറണി ഓഫ് മെജോറിറ്റി പറഞ്ഞല്ല, ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഹാപ്പിനെസ് പറഞ്ഞത് ബന്ധാമാണ്. മെജോറിറ്റി ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ അത് കറക്റ്റ് ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഹാപ്പിനെസ്സിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് മില്ല് പറയുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ ബന്ധാം പറഞ്ഞത് ഫോളോ ചെയ്താൽ ഇവിടെ മെജോറിറ്റിയുടെ ഇഷ്ടങ്ങൾ മാത്രമേ നടക്കൂ, മെജോറിറ്റിയുടെ ആധിപത്യം മാത്രമേ നടക്കൂ. അങ്ങനെയാണെങ്കിൽ ഇത് ലിബർട്ടിയെ ബാധിക്കും. മെജോറിറ്റി മാത്രം ആലോചിച്ചാൽ പോരല്ല, അപ്പൊ മൈനോറിറ്റി അവിടെ ഇല്ലേ. അപ്പം ടോക്കിയവെല്ലി പറഞ്ഞ കണക്ക്, അലക്സ് ടോക്കിയവെല്ലി പറഞ്ഞ കണക്ക് ഈ ടിറനി ഓഫ് മെജോറിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം യൂട്ടിലിറ്റേറിയനിസത്തിൽ ഉണ്ട്. ആ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ പ്രശ്നം ഡെമോക്രസി എങ്ങനെ ചെയ്യണം, പരിഹരിക്കണം. എങ്ങനെ പരിഹരിക്കും എന്ന് ചോദിച്ചാൽ, നമ്മൾ മെജോറിറ്റിയെ അംഗീകരിക്കുന്നതിനോടൊപ്പം മൈനോറിറ്റി ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ടല്ലോ, ലീസ്റ്റ് അഡ്വാൻറ്റേജ് ഇന്ത്യയിൽ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ മൈനോറിറ്റി അംഗീകരിക്കുന്നുണ്ടോ? ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് സെഷനെ ഇന്ത്യയിൽ അംഗീകരിക്കുന്നുണ്ടോ? ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അംഗീകരിക്കുന്നില്ലേ? നമുക്ക് പലപ്പോഴും റിസർവേഷൻ കിട്ടുന്നില്ലേ? മൈനോറിറ്റി റിസർവേഷൻസ് ഒന്നും SC/ST റിസർവേഷൻ ഒന്നും അങ്ങനെ കുറെ റിസർവേഷൻസ് കിട്ടുന്നില്ലേ? ഇതെല്ലാം ഇന്ത്യയിൽ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ 29, 30 ഒറ്റ സെക്കൻഡ്. ഓക്കെ, കേൾക്കാമോ? പറഞ്ഞു കേൾക്കാമോ? പറഞ്ഞു കേൾക്കാമോ? ഓക്കെ. സോ എന്ത് ചെയ്യണം? ഈ ഹാപ്പിനെസ് നോക്കുമ്പം ഡെമോക്രസിയും കൂടെ നമ്മൾ ഫോളോ ചെയ്യണം. മില്ല് പറഞ്ഞ എന്താ? മില്ലൊരു ഡെമോക്രസി വാദിക്കുന്ന ആളാണ്, മില്ലൊരു ഡെമോക്രസിയെ വാദിക്കുന്ന ഒരാളാണ്. മില്ല് ഡെമോക്രാറ്റിക് വാദിയാകാൻ ചാൻസ്, അല്ലെങ്കിൽ അങ്ങനെ വന്നത് മെജോറിറ്റി ഒപ്പീനിയൻ വേണം. പക്ഷെ അതുപോലെ മെജോറിറ്റി ഒപ്പീനിയൻ മാത്രം അംഗീകരിച്ചാൽ പോരാ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? തോട്ടും ഡിസ്കഷനും ആക്ഷനും എക്സ്പ്രഷനും ഹ്യൂമൻ ഡെവലപ്മെന്റും ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ മെജോറിറ്റി അംഗീകരിക്കുന്നതിനോടൊപ്പം മൈനോറിറ്റിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്ത് വേണം എന്ത് ചെയ്യാൻ? മുന്നോട്ട് പോകാൻ. മൈനോറിറ്റിയും കൂടെ വേണം കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാൻ. അതാണ് മില്ലിന്റെ ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈനോറിറ്റിയും കൂടെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് മില്ലിന്റെ, അതായത് മാക്സിമൈസിങ് എക്കണോമിക് ബെനിഫിറ്റ്. എക്കണോമിക് ബെനിഫിറ്റ് എല്ലാവർക്കും എത്തിക്കുക. ഒരാൾ മാക്സിമൈസിങ് എക്കണോമിക് ബെനിഫിറ്റ്, അതായത് ലീസ്റ്റ് അഡ്വാൻറ്റേജ് സെഷൻ കൂടെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കും കൂടെ എത്തിക്കുക എന്നുള്ളതാണ് ആരുദ്ദേശിക്കുന്നത്? മില്ല് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മില്ല് വിമണിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വിമൺ ഈക്വൽ റൈറ്റ്സ് കൊടുക്കണം എന്ന് മില്ല് പറയുന്നുണ്ട്. സബ്ജക്ഷൻ ഓഫ് വിമൺ എന്നാണ്. ഇത് ഞാൻ തിരിച്ചു തരാൻ പറയാം കേട്ടോ. സബ്ജക്ഷൻ ഓഫ് വിമൺ എന്നാണ്. അതുപോലെ വിമണിന് ഈക്വൽ റൈറ്റ്സ് കൊടുക്കണം എന്ന് പറയുന്ന ആളാണ് മില്ല്. അപ്പൊ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് അറിയാമെങ്കിൽ മില്ലിന്റെ കേസിൽ ഒരേ ഒരു കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. യൂട്ടിലിറ്റേറിയനിസം എന്ന ഐഡിയ തിരിഞ്ഞു പോകരുത്, ബന്ധാമുമായിട്ട് തിരിഞ്ഞു പോകരുത്. മില്ലിന്റെ ബുക്കുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഫേമസ് ബുക്ക് എന്ന് പറയുന്നത് സബ്ജക്ഷൻ ഓഫ് വിമണും ഓൺ ലിബർട്ടിയാണ്. സബ്ജക്ഷൻ ഓഫ് വിമണും ഓൺ ലിബർട്ടിയാണ് ഏറ്റവും ഫേമസ് ബുക്ക്. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഇനി ഞാൻ യൂട്ടിലിറ്റേറിയനിസം മനസ്സിലായ എന്നറിയാൻ വേണ്ടി കുറച്ച് ചോദ്യം ചോദിക്കാം. പിന്നെ ഇവിടെ ഒന്ന് എഴുതി വെച്ചു, ഒരു നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ എഴുതിച്ചു. ഇവിടെ ഡെമോക്രസിയെ കുറിച്ച് പറഞ്ഞില്ലേ? ഡെമോക്രസിയെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാലേ, ഈ ഡെമോക്രസി അംഗീകരിക്കുന്ന ആളാണ് മില്ല് എന്ന് പറയുന്ന സമയത്ത് തന്നെ മില്ല് പർട്ടിക്കുലർലി ഒരു ഡെമോക്രസിയെ പറ്റി വാദിക്കുന്നുണ്ട്. അത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്. റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. അതായത് ഏറ്റവും മൈനോറിറ്റിയും അംഗീകരിക്കുന്ന ഡെമോക്രസിയാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറയുമ്പോൾ മെജോറിറ്റി അംഗീകരിക്കുന്നു, മെജോറിറ്റി വോട്ട് നേടുന്ന ആളാണല്ലോ ഇതായിട്ട് വരിക. അങ്ങനെ തന്നെ അത് സമയത്ത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ബില്ല് ഇതായിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് എഴുതി വെച്ചോണം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബന്ധാം എന്ന് പറയുന്നത് ബന്ധാമാണ് യൂട്ടിലിറ്റേറിയനിസത്തിന്റെ ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയനിസ്റ്റ് എന്നറിയപ്പെടുന്നത്. ക്ലാസിക്കൽ ആയിട്ടുള്ള യൂട്ടിലിറ്റേറിയനിസ്റ്റ് എന്നറിയപ്പെടുന്നത് ബന്ധാമാണ്. ശരിയാണ്, തെറ്റാണോ? ക്ലാസിക്കൽ ആയിട്ടുള്ള യൂട്ടിലിറ്റേറിയനിസം ക്ലാസിക്കൽ എന്ന് പറയുന്നതിന്റെ മീനിങ് ഞാൻ പറയാം. എന്നാലും ഇപ്പൊ ഞാൻ ഇത് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലായത് വെച്ചിട്ട് പറയാം. ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ വക്താവാണ് ബന്ധാം. ശരിയാണോ? ഈ ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൗണ്ട്
ഫൗണ്ട് ചെയ്യുന്ന യൂട്ടിലിറ്റി. ഒരു സാധനം ഫൗണ്ട് ചെയ്യാൻ ഏറ്റവും ആദ്യ കാലങ്ങളിൽ അതാണ് ക്ലാസിക്കൽ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യ കാലങ്ങളിൽ. അപ്പൊ ആദ്യമായിട്ട് ഫൗണ്ട് ചെയ്ത ആ ട്രഡീഷനിലുള്ള ആളാണ് ആര്? ബന്ധാം. ബന്ധാം ഒരു ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയനിസ്റ്റ് ആണ്. ഓക്കെ, അത് ഓക്കെയാണ്. ഒരു ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയനിസ്റ്റ് ആയ ബന്ധാമിന്റെ പണിഷ്മെന്റ് ആയാലും അതുപോലെ ഹാപ്പിനെസ് ആയാലും എല്ലാം ബന്ധാം പറയുന്നത് മെഷറബിൾ ആണെന്നാണ്. ശരിയാണോ? മെഷറബിൾ ആണ്. ശരിയാണോ? ഞാൻ ഇംഗ്ലീഷ് പറയുന്നത്, മലയാളം പറയുന്നില്ല. മെഷറബിൾ ആണ്. ഇത് നിങ്ങൾ കേട്ടിട്ട് പറയാം. മെഷറബിൾ ആണ്. ഹാപ്പിനെസ് ഒക്കെ മെഷറബിൾ ആണ്. ശരിയാണോ? ബന്ധാം പറയുന്നതാണ്. മെഷറബിൾ ആണ്. രണ്ടുപേരെ ആൻസർ പറയാനുണ്ട്. മഞ്ജു ഇതിനകത്ത് ആൻസർ പറഞ്ഞിട്ടില്ല. ഡെയ്സി പറഞ്ഞിട്ടില്ല, ജിഷ പറഞ്ഞിട്ടില്ല. മെഷറബിൾ ആണ്. ശരിയാണോ? അറിഞ്ഞൂടാങ്കിൽ അറിഞ്ഞൂടാന്ന് പറയണേ. അറിഞ്ഞൂടാങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. പക്ഷെ എനിക്കിതിങ്ങനെ കൺഫേം ആയെന്ന് നോക്കണം. ഇത് കൺസെപ്റ്റ് ആണല്ലോ. വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് കൺസെപ്റ്റ് ആണ്. അറിഞ്ഞൂടാങ്കിൽ അറിഞ്ഞൂടാന്ന് പറയണേ. മനസ്സിലായിട്ടില്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സിലായിട്ടില്ല. മെഷറബിൾ ആണല്ലേ? ബന്ധാം പറയുന്നത് മെഷറബിൾ ആണെന്നുള്ളൂ. ഓക്കെ, ബന്ധാമിന്റെ അതാണ് ബന്ധാമിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അതാണ് മെഷറബിൾ. ബന്ധാമിന്റെ കൺസെപ്റ്റ്, ബന്ധാമിന്റെ യൂട്ടിലിറ്റേറിയനിസം കൺസെപ്റ്റ് വെച്ചിട്ട് ആ സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, എല്ലാ സെക്ഷനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബന്ധാം കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? എല്ലാ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബന്ധാമിന്റെ യൂട്ടിലിറ്റേറിയനിസം പോകുന്നത്. എല്ലാ സെക്ഷനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബന്ധാം കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ബന്ധാം എപ്പോഴും ഗ്രേറ്റസ്റ്റ് നമ്പറിനെ മാത്രമേ നോക്കുന്നുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വാണ്ടിറ്റി ക്വാളിറ്റി തെറ്റരുത്, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി തെറ്റരുത്. അതുപോലെ ഹാം പ്രിൻസിപ്പിൾ, സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ, അതർ റിഗാർഡിംഗ് ആക്ഷൻ. ചിലപ്പോൾ അത് മാത്രം എടുത്ത് ചോദിക്കും. ഇതിൽ താഴെ പറയുന്നവരിൽ സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് ഏതാണ് എന്ന് മാത്രം എടുത്ത് വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അല്ലാണ്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞു. ഇനി ക്വസ്റ്റ്യനോട് ചെയ്തുകൊണ്ടൊന്നും സമയം കിട്ടില്ല. ഞാൻ പല ക്വസ്റ്റ്യൻ ചോദിച്ചൊന്ന് കൺസെപ്റ്റ് ഉറപ്പിക്കുന്നുണ്ട്. അടുത്ത ആള് ജോൺ റോൾസ്. ജോൺ റോൾസും ഒരു ലിബർട്ടേറിയൻ അല്ലെങ്കിൽ ലിബറൽ ട്രഡീഷനിൽ വരുന്ന ആളാണ്. ലിബർട്ടേറിയൻ അല്ല, ലിബറൽ ട്രഡീഷനിൽ വരുന്ന ആളാണ്. ലിബറൽ ട്രഡീഷനിൽ വരുന്ന ആളാണ് ജോൺ റോൾസ്. റോൾസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ജസ്റ്റിസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ജസ്റ്റിസ് ആണ്. അതായത് ഒരു സൊസൈറ്റിക്ക് ജസ്റ്റിസ് എങ്ങനെ കിട്ടണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ഇക്വാളിറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റിസ് ഉണ്ട്. നിങ്ങൾ ഒരു സൊസൈറ്റിക്ക് ഇക്വാളിറ്റി കൊടുക്കാൻ പറ്റിയാൽ അവിടെ ജസ്റ്റിസ് ഉണ്ട്. ഇനി ഒരു സൊസൈറ്റിയുടെ മാർജിനലൈസ്ഡ് സെക്ഷനെയും അതുപോലെ എല്ലാ സെക്ഷനെയും ഒരുമിച്ച് കൊണ്ടുപോകാനും അവർക്ക് നല്ല ജീവിത സാഹചര്യം ഒരുക്കി കൊടുത്താൽ അവിടെയും ജസ്റ്റിസ് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതേ സൊസൈറ്റിയിൽ തന്നെ പല ടൈപ്പ് ഓഫ് ആൾക്കാരും റിസർവേഷനെ എതിർക്കുന്നുമുണ്ട്. ഇല്ലേ? അതൊരു ജസ്റ്റിസ് അല്ല, അത് ഒരു ഇൻജസ്റ്റിസ് ആണെന്ന് പറയുന്ന ആൾക്കാരും ഇല്ലേ? റിസർവേഷൻ കൊടുക്കാൻ പാടില്ല, ഇൻജസ്റ്റിസ് ആണെന്ന് പറയുന്ന ആൾക്കാരും ഇല്ലേ? ഇൻജസ്റ്റിസ് ആണെന്ന് പറയുന്ന ആൾക്കാരും ഇല്ലേ? ഉറപ്പായിട്ടും അങ്ങനത്തെ സെഷനും ഉണ്ട്. നമ്മൾ ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോഴും ജസ്റ്റിസ്, അപ്പൊ ഓരോരുത്തരും ഡിപ്പെൻഡ്, ജസ്റ്റിസ് പറയുന്ന പെർസ്പെക്റ്റീവ് ഡിപ്പെൻഡ് ചെയ്ത്. അപ്പം ജോൺ റോൾസ് ലിബറൽ ട്രഡീഷനിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ ജസ്റ്റിസ് ആണ്. എങ്ങനെ ജസ്റ്റിസ് കൊടുക്കാം, എങ്ങനെ നമുക്ക് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റും എന്നാണ് ജോൺ റോൾസ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റും, ജസ്റ്റിസ് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. ജോൺ റോൾസ് പറയുന്ന 1-2 സ്റ്റേറ്റ്മെന്റുകൾ അടയാളപ്പെടുത്തി ഇടുക, അല്ലെങ്കിൽ PDF കിട്ടുമ്പോൾ നോക്കാം. ലെക്ചർ നോട്ട് ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കും. ഫസ്റ്റ് വെർച്യൂ ഓഫ് ഗുഡ് സൊസൈറ്റി, ജസ്റ്റിസ് ആണ് ഫസ്റ്റ് വെർച്യൂ ഓഫ് ഗുഡ്. ഒരു നല്ല സൊസൈറ്റിയുടെ ആദ്യത്തെ ധർമ്മം, അതല്ലെങ്കിൽ ആദ്യത്തെ ഒരു വെർച്യൂ, ഡ്യൂട്ടി എന്ന് പറയുന്നത് ജസ്റ്റിസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഡ്യൂട്ടി എന്ന് പറയുന്നത് ജസ്റ്റിസ് ഉണ്ടാവുക. ലിബറൽ തിയറിയാണ് അദ്ദേഹം പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് കൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ജസ്റ്റിസ് കൊടുക്കണം എന്ന് പറയുന്ന മാത്രമല്ല, അതിനൊരു തിയറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് തിയറി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്ന ഗുഡ് സൊസൈറ്റി കൺസെപ്റ്റിൽ ഫുൾഫിൽ ചെയ്യണം, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ഒരു ലെജിസ്ലേറ്റീവ് ഡിസിഷൻ എടുത്താൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടണം.
ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്താൽ അത് സൊസൈറ്റിയുടെ ജസ്റ്റിസിന് വേണ്ടി ഉപകരിക്കുന്ന ഒന്നാകണം. ജസ്റ്റിസിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂഷൻ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈമറി ഗുഡോ, അതല്ലെങ്കിൽ പ്രൈമറി ഗുഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് ആകാം, ലിബർട്ടീസ് ആകാം, ഓപ്പർച്യൂണിറ്റീസ് ആകാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസിൽ എക്സാംസുകൾ എല്ലാവർക്കും ഒരേ ഇതല്ലേ കൊടുക്കുക. ഇപ്പൊ ഒരു എക്സാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വന്നു, ഇപ്പൊ തന്നെ സെറ്റ്, എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കൊടുക്കുക. പക്ഷെ അവിടെ ചില ആൾക്കാർക്ക് ഒരു ചെറിയ റിസർവേഷൻ കൊടുക്കുന്നതിന്റെ കാര്യം എന്താ? ജസ്റ്റിസ് ഉറപ്പാക്കാനാണ്. അപ്പൊ അങ്ങനെയുള്ള ജസ്റ്റിസിന് ഇതുണ്ടാവണം, വാലിഡിറ്റി ഉണ്ടാവണം. അതായത് വെറുതെ ജസ്റ്റിസ് കൊടുത്തൊരു കാര്യമില്ല, ഒരാളെ കറപ്ഷൻ കാണിച്ച് ജസ്റ്റിസ് കൊടുത്തൊരു കാര്യമില്ല, ഒരു ലീഗൽ വാലിഡിറ്റി ഉണ്ടാവണം. അതാണ് പറഞ്ഞ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുമ്പോഴും ലെജിസ്ലേറ്റീവ് ഡിസിഷൻ എടുക്കുമ്പോഴും ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ ഒരേ ഒരു ഐഡിയ, അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ഐഡിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ജസ്റ്റിസ് എങ്ങനെ കൊടുക്കും എന്നുള്ളതും കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ റൈറ്റ്സ് ആയിക്കോട്ടെ, ലിബർട്ടീസ് ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ പ്രൈമറി ഗുഡ് എന്നാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. പ്രൈമറി ഗുഡ്, ഈ പ്രൈമറി ഗുഡ്, റൈറ്റ്സ്, ലിബർട്ടീസ്, ഓപ്പർച്യൂണിറ്റീസ്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം പ്രൈമറി ഗുഡാണ്. ഈ പ്രൈമറി ഗുഡ് കൊടുക്കുമ്പോൾ ജസ്റ്റിസ് എന്തായാലും ഉണ്ടാകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രത്യേകിച്ച് ഇവിടെ ഇപ്പം സിവിൽ സർവീസ് എക്സാംസ് പോലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വേൾഡിന് അറിയപ്പെടുന്ന എക്സാമാണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ജാതി മത എല്ലാ സെക്ഷനിലുള്ള ആൾക്കാരും എഴുതും. പക്ഷെ റിസർവേഷൻ, SC കാറ്റഗറി ആയിക്കോട്ടെ, റിസർവേഷൻ ഉള്ള ഏതെങ്കിലും കാറ്റഗറി ആയിക്കോട്ടെ, കുറച്ച് മാർക്ക് കുറവായിരിക്കില്ലേ? ഒരു 10 മാർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് കുറവായിരിക്കില്ലേ? OBCക്ക് അല്ല, SC ST വരുമ്പോൾ ഒരു 10 മാർക്ക് കുറവായിരിക്കില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു 10 മാർക്ക് കുറവായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ഇതുമില്ലേ, കുറവരില്ലേ? പക്ഷെ ഒരേ ഇതല്ലേ നിങ്ങൾ കൊടുക്കുക. ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒരേപോലെ അല്ലേ പഠിക്കുക? എല്ലാവരും ഇരുന്ന് പഠിക്കുകയില്ലേ? എല്ലാവരും ആ ഒരു സംഭവം. അപ്പം ചില ആൾക്കാർക്ക് ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യത്തില്ലേ? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ എഴുതുന്നതുകൊണ്ട് അവിടെയാണ് ഞാൻ ഏറ്റവും എക്സാമ്പിൾ ആപ്റ്റ് ആവുക. ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യും അല്ലേ? പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യും. എന്താണ്? നമ്മളും കഷ്ടപ്പെട്ട് പഠിക്കുന്നു, അവരും കഷ്ടപ്പെട്ട് പഠിക്കുന്നു. പക്ഷെ നമ്മളെക്കാളും എൻ്റെ മാർക്ക്, ഞാനിപ്പോൾ SC ST കാറ്റഗറി ആയിരുന്നുവെങ്കിൽ ഞാൻ മേടിച്ച മാർക്കിൽ എനിക്ക് റാങ്ക് കിട്ടിയെന്നെ, സെറ്റിന് പോലും ഉണ്ട് എന്ന് പറയുന്ന അതുണ്ട്. ഒരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എങ്ങനെയാണ് ഇന്ത്യ അതിനെ ജസ്റ്റിസ് ആക്കി മാറ്റിയിരിക്കുന്നത്? ഇന്ത്യ അതിനെ ജസ്റ്റിസ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഇന്ത്യയുടെ റിയാലിറ്റി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റിസർവേഷൻ മാറ്റാം, 10 വർഷം കൂടുമ്പോൾ വേണമെങ്കിൽ മാറ്റാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്ക് ഇന്നേ വരെ റിസർവേഷൻ എടുത്തു കളയാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ എന്താണ്? സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു യാത്ര പോകാൻ പറ്റുമെങ്കിൽ പോവുക. ഒരു ഉത്തർപ്രദേശിലെയോ ഉത്തരാഖണ്ഡിലെയോ ഒരു ഗ്രാമത്തിലേക്ക് പോവുക. ആ ഗ്രാമത്തിൽ പോയാൽ നിങ്ങൾക്ക് ഈ റിസർവേഷനും ജാതീയതയുടെ എക്സ്ട്രീം അറിയാൻ പറ്റും. ഇപ്പോഴും വളരെ താഴ്ന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ നിന്ന് ഒരാള് എക്സാം എഴുതാൻ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ റൂമിൽ ഫാനോ AC ഇട്ട് ഇരിക്കുന്ന കണക്കല്ല. എല്ലാവരും ഫാനും AC ഇട്ട് ഭയങ്കര സുഖിച്ചാണ് എക്സാം എഴുതുന്നത് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ജനറലി ഒരു മെജോറിറ്റി പീപ്പിളും ഒരു മിനിമം സൗകര്യത്തോടു കൂടിയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക അല്ലെ? മിനിമം സൗകര്യത്തോടാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. മിനിമം സൗകര്യത്തോടു കൂടിയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതിനാർക്കെങ്കിലും തർക്കമുണ്ടോ? പക്ഷെ ഈ മിനിമം സൗകര്യം പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. മിനിമം സൗകര്യം പോലും ഇല്ലാത്ത ആൾക്കാർ ഇന്ത്യയിലുണ്ട്, ഇൻക്ലൂഡിങ് കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് റിസർവേഷൻ ജസ്റ്റിഷ്യബിൾ ആകുന്നത്. ഇൻക്ലൂഡിങ് നമുക്ക് ചിലപ്പോൾ കഷ്ടപ്പാടുണ്ടാവാം. നമ്മൾ ചിലപ്പം കുറച്ച് പൈസയ്ക്ക് കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു പോവാം, എന്താണ് ഇത് ഇൻജസ്റ്റിസ് അല്ലേ എന്നൊക്കെ ചിന്തിച്ചു പോവാം. പക്ഷെ ആക്ച്വലി റോൾസ് അവിടെയാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിരിക്കണം. ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങൾ ഒരാൾക്ക് എക്സ്ട്രാ കൊടുക്കുന്നെന്ന് വിചാരിക്കാം. നിങ്ങൾ ഒരാൾക്ക് എക്സ്ട്രാ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് എക്സ്ട്രാ ഒരാൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, ചിലപ്പോൾ കറണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ ചിലപ്പം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഞാനത് ഗ്രൂപ്പിൽ പറയാം. അങ്ങനെയാണെങ്കിൽ കറണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, മുംബൈയിലൊക്കെ ചേരിയിൽ ജീവിക്കുന്നതും പഠിക്കുന്നതും അവർക്ക് സിറ്റിസൺഷിപ്പ് പോലും ഇല്ല. പല ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പിന്റെ ഇതുപോലും ഇതില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇൻജസ്റ്റിഷ്യബിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന സാധനങ്ങളെല്ലാം ഇൻജസ്റ്റിസ് അല്ല. ഇത് നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഇൻജസ്റ്റിസ് ആവുന്നത്. ഞാൻ ഇൻക്ലൂഡിങ് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഒരിക്കൽ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന്റെ പ്രൊജക്ട് എനിക്ക് അതിരപ്പള്ളിയായിരുന്നു. അപ്പൊ അതിരപ്പള്ളി കാട്ടിനകത്തായിരുന്നു, ട്രൈബൽസിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഈ ട്രൈബൽസിനോട്
ഞാൻ ചെല്ലുമ്പോൾ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി, 10ാം ക്ലാസ്സിലെ കുറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടിയുടെ ഞാൻ ചോദിച്ചു, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നില്ലെന്ന് ചോദിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞു, വെക്കേഷൻ, പഠിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാം. ആ കുട്ടിയുടെ കണ്ണിൽ ആ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ റീസൺ എന്ന് ചോദിച്ചു. അപ്പം ആ കുട്ടിയെ കാണാൻ ചുരുണ്ട മുടിയാണ്, ഒന്ന് ട്രൈബൽ ആണ്, ഒന്ന് ലേഡിയാണ്. ഈ കുട്ടി ഹോസ്റ്റലിൽ താമസിക്കാനും ഫുഡ് ഉള്ളത് കൊണ്ട് മാത്രം, ഫുഡ് ഉണ്ട് ഹോസ്റ്റലിൽ താമസിക്കാൻ, അവർക്ക് ഇത്ര ഒരു അലവൻസ് കിട്ടുന്നുണ്ട്, എത്ര 1000 1500 രൂപ കണ്ട് അവർക്ക് മാസം കിട്ടുന്നുണ്ട്. ട്രൈബൽ ആയതുകൊണ്ടും എക്സ്ട്രീം നല്ലപോലെ പഠിക്കുന്നുകൊണ്ടും അവർക്ക് ഹോസ്റ്റൽ സൗകര്യം ഇതൊക്കെ ഫ്രീ കിട്ടുന്നുണ്ട്. പക്ഷെ കേരളത്തിലാണെന്ന് ആലോചിക്കണം. കേരളത്തിലാണ് ആ കുട്ടി ഹോസ്റ്റലുകളിലായിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, ഈ ചുരുണ്ട മുടിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ പോലും അതൊരു ട്രൈബൽ ആയതുകൊണ്ട് പലതും ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. ഇത് ഈ കേരളത്തിലുണ്ടെങ്കിൽ, പ്രോഗ്രസീവ് ആയിട്ടുള്ള കേരളത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലതും പോയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് തോന്നുന്നുണ്ടോ? സൗത്തിൽ തമിഴ്നാട്ടിൽ ഭയങ്കര കൂടുതലാണ്, നോർത്തിൽ ഉത്തരാഖണ്ഡിൽ ഉത്തർപ്രദേശിൽ കുറെ ഉണ്ട്. സോ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരിക്കലും ജസ്റ്റിസിനെ കുറിച്ച് വാദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത് ജസ്റ്റിസ് വേണം, ചില സ്ഥലങ്ങളിൽ എക്സ്ട്രാ കൊടുക്കണം. കാര്യം അവിടെ നിന്ന്, ഈ പറയപ്പെടുന്ന ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ അത്രയും കഷ്ടപ്പാട് സഹിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവരെ നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് ജസ്റ്റിസ് അവിടെ അങ്ങനെ കൊടുക്കുന്നത്. നമ്മൾ ഇൻജസ്റ്റിസ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളെ ഒരു പ്രശ്നവും അവിടെ അഫക്ട് ചെയ്യുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ വലുതാണ്, ചെറിയ പ്രശ്നങ്ങളല്ല, വളരെ വലുതാണ്. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഉത്തർപ്രദേശിലൊരു എൻ്റെ ഒരു ഫ്രണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ഒരു മുസ്ലിമാണ്. അപ്പം ആ കുട്ടി പറഞ്ഞതാണ്, ആ കുട്ടി ഒരു ഹിന്ദു ഏതൊരു ജാതി പറയുന്നത് മറന്നുപോയി. അപ്പൊ ആ സംസാരിച്ചത് കൊണ്ടും തലയിൽ തൊട്ടത് കൊണ്ടും അവിടെ പൂജ നടത്തി. അവിടെ ആ സ്കൂളിൽ പ്രിൻസിപ്പാളുണ്ട്, ബാക്കി എല്ലാ ആൾക്കാരുണ്ട്, പൂജ നടത്തി. ടച്ച് ചെയ്യാൻ പാടില്ല. ഉത്തർപ്രദേശിലെ അവസ്ഥയാണ്. റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ജസ്റ്റിസ് കൊടുക്കണം നമ്മൾ. അത് എങ്ങനെയെങ്കിലും കൊടുത്തേ പറ്റും, എല്ലാവരും കൊടുത്തേ പറ്റും. ഇപ്പൊ വയനാടിന്റെ കേസ് ഐശ്വര്യ പറഞ്ഞു, ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇതേ ഇഷ്യൂസ് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആൾക്കാരും ഇല്ലേ? അത്യാവശ്യം ജീവിക്കാൻ സൗകര്യമുണ്ട്, പക്ഷെ SC/ST കാറ്റഗറിയിലാണ്, മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആൾക്കാരും ഇല്ലേ? അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്, അവരുടെ പാരന്റ്സിനോ അതല്ലെങ്കിൽ കുടുംബ സ്വത്തൊക്കെ ആയിട്ട് സാലറി ഉണ്ട്, മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആൾക്കാരും ഇല്ലേ? അതിനുവേണ്ടി എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്? ഒരു നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഇല്ലേ? നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അറിയാമോ? നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഇല്ലേ? നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അവിടെ അതിനു വേണ്ടി കൊടുക്കാം അല്ലേ? അതിന് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എഴുതുന്ന പോലെയൊന്നും നടക്കില്ല, അത് വേറെ കാര്യം. കറപ്ഷൻ ആണല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിത് പറയേണ്ടതല്ല, എന്നാലും ചില ആൾക്കാർക്കെങ്കിലും ഇൻജസ്റ്റിസ് ഫീൽ ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ എക്സാം എഴുതുന്നുണ്ട്, എക്സാം എഴുതുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. കഷ്ടപ്പാടെന്ന് പറയുന്നത് അതാണല്ലോ. ഒരു സ്ഥലത്ത് എത്താതെ കുറെ കാലം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എക്സാം എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. അവർക്ക് ഈ ഫീൽ അറിയാം, പക്ഷെ അവർ പോലും ചിന്തിക്കാൻ പാടില്ല എന്നേ ഞാൻ പറയും. നമ്മൾ ഒന്നാമത് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ ജസ്റ്റിസിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും റോങ് ആയിട്ട് ചിന്തിക്കാൻ പാടില്ല. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചിട്ടുണ്ട് എങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ കാണിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു റിസർവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ റീസൺ ഉള്ളത് കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒരു SC/ST കാറ്റഗറിയോ അല്ല ഇത് പറയരുത്. പിന്നെ ഇപ്പൊ EWS ഉണ്ടല്ലോ, എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെഷനൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ എങ്ങനെ ജസ്റ്റിസ് കൊടുക്കണം? പ്രൈമറി ഗുഡ് കറക്റ്റ് ആയിരിക്കണം, റൈറ്റ്സ്, ലിബർട്ടീസ്, ഇൻകം ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പ്രൊസീജിയർ ഫോളോ ചെയ്യണം, പ്യുവർ പ്രൊസീജിയറാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ് പറയുന്നത് പ്യുവർ പ്രൊസീജിയറൽ ജസ്റ്റിസ് ആണ് പറയുന്നത്. ശരിയാണ്, പ്യുവർ പ്രൊസീജിയർ അനുസരിച്ച്. ഇപ്പൊ ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രൊസീജിയറാണ്, ഒരു പ്രൊസീജിയർ എഴുതി വെച്ചിരിക്കുന്നു, അതനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ അതെന്തായാലും ജസ്റ്റിസ് നടപ്പാവും. പ്യുവർ പ്രൊസീജിയർ അനുസരിച്ചിട്ടുള്ള ഇത്. ഓക്കെ, പ്രൊസീജിയർ. ഇപ്പം യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന സാധനം, ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്ന സാധനം അവിടെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും റിസർവേഷൻ പോലുള്ള കാര്യങ്ങൾ കൊടുക്കണം എന്നും പറയുന്നുണ്ട്, ജസ്റ്റിസ് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. മാക്സിമൈസിങ് സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. ഒരാൾക്കൊരു കേപ്പബിലിറ്റി ഉണ്ട്, ആ കേപ്പബിലിറ്റിയെ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ജോൺ റോൾസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി ജോൺ റോൾസ് എങ്ങനെ ജസ്റ്റിസ് കൊടുക്കാൻ പോകുന്നത്, ഇതാണ് ഇമ്പോർട്ടന്റ്. ഇതുവരെ ഉള്ളത് ഇൻട്രൊഡക്ഷൻ ആയിട്ടേ ഉള്ളൂ. ജോൺ റോൾസിന്റെ പ്രധാനപ്പെട്ട ഐഡിയ ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് കൊടുത്തേ പറ്റൂ. അത് എങ്ങനെ കൊടുക്കണം? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് കറക്റ്റ് ആക്കണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കുന്ന റൈറ്റ്, ഒരാൾക്ക് കൊടുക്കുന്ന ഇൻകം, ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന വിധം, ഇതെല്ലാം നമ്മൾ കുറച്ച് ജസ്റ്റിഷ്യബിൾ ആയിരിക്കണം. എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ജസ്റ്റിസ് നമ്മൾ അവിടെ കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പം ചിലപ്പോൾ ലീസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്.
അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ കെയർ കൊടുത്ത് നോക്കേണ്ടി വരും. അങ്ങനെ പ്രോബ്ലം, ഈ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞ ഒരു തിയറിയാണ് തിയറി ഓഫ് ജസ്റ്റിസ്. ഈ പ്രൈമറി ഗുഡ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഉദാഹരണം ഇപ്പൊ കൃത്യമായിട്ട് ഉദാഹരണം പറയാൻ പറ്റും. കഴിഞ്ഞ മന്ത്രിസഭയിലും ഈ മന്ത്രിസഭയിലും ബന്ധു നിയമനങ്ങളില്ലായിരുന്നോ? ബന്ധുക്കളെ നിയമിക്കുക എന്നൊരു പരിപാടിയില്ലേ? അതിപ്പം ജോലിയിലായാലും പേഴ്സണൽ സ്റ്റാഫിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട് പേഴ്സണൽ സ്റ്റാഫിലൊക്കെ, കേരളത്തിൽ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ഉണ്ടെന്നുള്ളൂ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പിന്നെ PSC വഴി പിൻവാതിൽ നിയമനം കേട്ടിട്ടുണ്ടോ? PSCയിൽ പിൻവാതിൽ നിയമനം, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ എന്തായാലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും കേൾക്കും. കുറെ ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും പോയി കിടന്ന് സമരം ചെയ്യേണ്ടി വരുന്നു. അതാണ് പ്രൈമറി ഗുഡ്. പ്രൈമറി ഗുഡ് എന്ന് പറഞ്ഞാൽ ഇത് ജോലി കൊടുക്കുക, ഇതൊക്കെയാണ് പ്രൈമറി ഗുഡ്. റൈറ്റ്സ് ഉണ്ടാവുക, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ഇതൊക്കെ പ്രൈമറി ഗുഡാണ്. പക്ഷെ പ്രൈമറി ഗുഡ് കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രശ്നം വരും. കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? റോൾസ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി ഗുഡ് എങ്ങനെ കൊടുക്കും? പ്രൈമറി ഗുഡ് കൊടുക്കണമെങ്കിൽ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ഒരു പ്രൊസീജിയർ എഴുതി വെച്ചിട്ടുണ്ട്, ആ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അതായത് അത്യാവശ്യമായിട്ട് ഒരു ജസ്റ്റിസ് നടപ്പാക്കാൻ വേണ്ടി ഒരു മുഖവും നോക്കാതെ ജസ്റ്റിസ് നടപ്പാക്കണം. മുഖം നോക്കാതെ എന്ന് പറഞ്ഞാൽ ഇയാൾ അംബാനിയുടെ കൂട്ടരാണോ, ഇയാൾ ഇന്ന പാർട്ടിയാണോ, ഇയാൾ ഇന്ന ഇവിടെ നിന്ന് വരുന്നതാണോ, ഇന്ന ജാതിയിൽപ്പെട്ട ആളാണോ, ഇങ്ങനെ നോക്കാൻ പാടില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. ഇൻ കേസ് ഒരാൾക്ക് പ്രശ്നമുണ്ട് എങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കൊടുക്കണം. അങ്ങനെ മുഖം നോക്കാതെ എങ്ങനെ കൊടുക്കും? പക്ഷെ ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ പറയാം, കുറച്ച് ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. പറയാൻ എളുപ്പവും പ്രാക്ടിക്കാലിറ്റി ഇല്ലാത്ത ഒരു കൺസെപ്റ്റ് ആണിത്. ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഒറിജിനൽ പൊസിഷൻ, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വെയിൽ ഓഫ് ഇഗ്നോറൻസ്. എന്താണ് വെയിൽ ഓഫ് ഇഗ്നോറൻസ്? കേട്ട് കാണുമല്ലോ വെയിൽ ഓഫ് ഇഗ്നോറൻസ്. ഇത് ആദ്യം പറഞ്ഞിട്ട് ബാക്കി പോയിന്റിലേക്ക് പോകും. അതായത് ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഒരു ഓഫീസറാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇവിടുത്തെ ഒരു ഓഫീസറാണ്. ആ ഓഫീസർ വരുന്നു വെയിൽ ഓഫ് ഇഗ്നോറൻസ്, ഒരു മറ വെക്കുന്നു. ഇവിടെ ഉള്ളവൻ അംബാനിയുടെ ആളാണോ, അല്ലെങ്കിൽ ജാതിപരമായിട്ട് ഉയർന്ന ആളാണോ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാണോ, ഒന്നും അറിയാൻ വയ്യ. നമ്മൾ ഇങ്ങനെ ഒരു മറ വെച്ചിട്ട് ആ മറയ്ക്കുള്ളിൽ, ഇതൊരു സാങ്കല്പികമാണ്, ഞാൻ കഥ പോലെ പറയാണ്, ഈ ഓഫീസർ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പ്രൈമറി ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ജസ്റ്റിസ് കിട്ടും എന്നാണ് ആര് പറയുന്നത്? ജോൺ റോൾസ് പറയുന്നത്. പക്ഷെ ഇതിൽ പ്രാക്ടിക്കാലിറ്റി കുറവല്ലേ? ഒരാളുടെ പൊസിഷൻ എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ലേ? അയാളുടെ സൊസൈറ്റിക്കൽ പൊസിഷൻ എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ലേ? ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു വെയിൽ ഓഫ് ഇഗ്നോറൻസ് എത്ര ഒരു മറ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തി ആര്, താഴ്ന്ന വ്യക്തി ആര്, പൈസ ഉള്ളവനാര്, പൈസ ഇല്ലാത്തവനാരെന്നൊക്കെ അറിയാൻ പറ്റും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കാനേ പറ്റും. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതാണ് ജോൺ റോൾസ് പറഞ്ഞിരിക്കുന്നത്. ഇത് പക്കായിട്ട് ഫോളോ ചെയ്താൽ ഓക്കെ. ഒരു തരത്തിലുള്ള വിവരവും ആ ഓഫീസർക്ക് കൈമാറാതെ കറക്റ്റ് ഇന്ന ആൾക്കാർ ഒരു സർവേ എടുക്കുന്നു, 10 പേരെ ലിസ്റ്റ് എടുക്കുന്നു, ആ 10 പേർക്കും ഈക്വൽ ആയിട്ട് കിട്ടിയോ നോക്കുന്നു, ടിക്കറ്റ് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെ ആവാൻ വഴിയില്ല, പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒറിജിനൽ പൊസിഷനും വെയിൽ ഓഫ് ഇഗ്നോറൻസും ജസ്റ്റ് കാണാതെ പഠിച്ചു വെക്കുക. അതായത് ഈ വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്ന കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജോൺ റോൾസ് ആണ്. അവിടെ ഒരു ഒറിജിനൽ പൊസിഷൻ ഉണ്ട്. ഈ ഒറിജിനൽ പൊസിഷനിൽ നിന്നാൽ നമുക്ക് സൊസൈറ്റിയുടെ പൊസിഷൻ അറിയാൻ പറ്റത്തില്ല, സൊസൈറ്റിയിൽ ആരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല, എക്കണോമിക്കൽ സ്റ്റാറ്റസ് ഒന്നും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റിസ് കൊടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അദ്ദേഹം ഒരു 3 പ്രയോറിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെ ലെക്സിക്കൽ പ്രയോറിറ്റി എന്നാണ് പറയുക. വേണമെങ്കിൽ എവിടെയും എഴുതി വെച്ചിരിക്കുക, ഇവിടെ ഉണ്ടാവും. ലെക്സിക്കൽ പ്രയോറിറ്റി എന്നാണ് പറയുക. ലെക്സിക്കൽ പ്രയോറിറ്റി എന്ന് പറയും. ഇങ്ങനെ ചോദിക്കൽ റയറാണ്. ലെക്സിക്കൽ പ്രയോറിറ്റി അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് റയറാണ്. പക്ഷെ എന്നാലും എഴുതി വെച്ചോളൂ. ലെക്സിക്കൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ഉണ്ട്. ഒന്ന്, ഈക്വൽ ലിബർട്ടി ആയിരിക്കുക. ഒരാൾക്കും ഒരു പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല, എല്ലാവർക്കും ഈക്വൽ ലിബർട്ടി. രണ്ടാമത്, ഫെയർ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, ഒരാൾക്കും പ്രത്യേകമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. മൂന്നാമത് മാത്രമാണ് ഡിഫറൻസ് പ്രിൻസിപ്പിൾ. ഇൻ കേസ് ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറയാ, ഒരാൾക്ക് റിസർവേഷൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് അഡ്വാൻറ്റേജ് സെഷൻ ആണെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ അഡ്വാൻറ്റേജ് കൊടുക്കാവൂ. അല്ലാത്ത എല്ലാവരെയും ഈക്വൽ ലിബർട്ടിയും ഓപ്പർച്യൂണിറ്റിയും ഇടണം. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന അവസാനം മാത്രമായിരിക്കണം.
ഇൻ കേസ് ഒരാൾ ഭയങ്കര ഡിസബിലിറ്റി ഫീൽ ചെയ്യുന്ന ഒരാളാണ്, ഒരാൾക്ക് ഭയങ്കരമായിട്ട് എക്കണോമിക്കലി വീക്കറാണ്, അപ്പം അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് അഡ്വാൻറ്റേജ് സെക്ഷൻ ആണെന്ന് ഉറപ്പിച്ചാൽ അവിടെ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുക്കാം. അതിനുമപ്പുറം ഈ 3 പ്രിൻസിപ്പിളും ഫോളോ ചെയ്യണം. ആദ്യം ഈക്വൽ ലിബർട്ടി കൊടുക്കണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം, ഒട്ടും ഒരു നിവർത്തി ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ ഡിഫറൻസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ കൂടെ എന്ത് ചെയ്യാവും ഫോളോ ചെയ്യാവും. ഇതിനാണ് നമ്മൾ ലെക്സിക്കൽ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഈ ഓർഡർ തന്നെ എഴുതി വെക്കണം, അല്ല ഈ ഓർഡറിൽ തന്നെ പഠിക്കുകയും വേണം. ആദ്യം ഈക്വാളിറ്റി അല്ലെങ്കിൽ ലിബർട്ടി, പിന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ആദ്യം ലിബർട്ടി, പിന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ആദ്യം ലിബർട്ടി, പിന്നെ ഇക്വാളിറ്റി, പിന്നെ ഡിഫറൻസ് പ്രിൻസിപ്പിൾ. ലിബർട്ടി, ഇക്വാളിറ്റി, പ്രിൻസിപ്പിൾ. അതാണ് ലെക്സിക്കൽ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഈ 3 പ്രിൻസിപ്പിളും ഫോളോ ചെയ്താൽ ജസ്റ്റിസ് കിട്ടും. ഈ 3 പ്രിൻസിപ്പിളും ഫോളോ ചെയ്താൽ ജസ്റ്റിസ് കിട്ടും. ജസ്റ്റിസ് കിട്ടണമെങ്കിൽ ഈ ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്ന വെയിൽ ഓഫ് ഇഗ്നോറൻസ് തിയറി ഫോളോ ചെയ്താൽ മതി. അതിനെ പ്രൊസീജിയറൽ ജസ്റ്റിസ് എന്നാണ് പറയുക. പ്രാക്ടിക്കാലിറ്റി നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഇയാൾ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പഠിക്കേണ്ടതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഒറിജിനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. വെയിൽ ഓഫ് ഇഗ്നോറൻസ് വയ്ക്കും, അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. നോട്ട് നോ, ഇതാണ് പോയിന്റ്. നോട്ട് നോയിങ് വാട്ട് സോഷ്യൽ പൊസിഷൻ, ഒരു സൊസൈറ്റൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അയാൾ അംബാനിയാണോ ഏത് ജാതിയിൽപ്പെട്ടവനാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഓഫീസറായിട്ട് അവിടെ പോകുന്നു, ഇവിടെ ഇന്ന ആൾക്കാർക്ക് ഇത്ര വേണം, ഒരു 10 പേരുണ്ട്, 10 പേർക്കും ഹാപ്പിനെസ്, 10 പേർക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തു. ഇൻ കേസ് ഒരാൾക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല ഒരു എക്സ്ട്രാ ഡിസ്ട്രിബ്യൂഷൻ കൂടെ കൊടുക്കണമെങ്കിൽ അവിടെ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യണം. അവിടെ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ളതാണ് രീതി. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ബ്രേക്കായോ? മനസ്സിലായോ? ലാസ്റ്റ് പറഞ്ഞ അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഇനിയും കുറച്ചുണ്ട്. അതിനിടയിൽ ഒരാളെയും കൂടെ നമുക്ക് പഠിക്കാം, ഒരാളെയും കൂടെ. ബാക്കി 3 പേരും വലുതാണ്. ഒരാളെയും കൂടെ പഠിക്കാം. ഫ്രാൻസ് ഫാനൺ. ഫ്രാൻസ് ഫാനൺ എന്ന് പറഞ്ഞ ഒരാളാണ്. ഫ്രാൻസ് ഫാനൺ. ഒറ്റ സെക്കൻഡ്, ഒരാളെയും കൂടെ പഠിക്കാം. ഒറ്റ സെക്കൻഡ്. ഓക്കെ, കേൾക്കാലോ അല്ലേ? കേൾക്കാലോ? കുറെ ഇനി പഠിക്കാനുണ്ട്, കുറച്ച് പഠിക്കാനുണ്ട്. പക്ഷെ എന്നാലും ഒരാളെയും കൂടെ പഠിക്കും. ഫ്രാൻസ് ഫാനൺ. ഫ്രാൻസ് ഫാനൺ. ബാക്കി എല്ലാവരും വലുതാണ്, ഒന്ന് തുടങ്ങിയാൽ തീരത്തില്ല. ഫ്രാൻസ് ഫാനൺ. ഫ്രാൻസ് ഫാനൺ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കാം. ഈ ഫ്രാൻസ് ഫാനൺ ആരാണ്, എന്താണ് പ്രധാന കൺസെപ്റ്റ്, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്, ഇത്ര പഠിച്ചു പോയാൽ മതി. ഫ്രാൻസ് ഫാനൺ ഒരു കൊളോണിയലിസത്തിന് എതിരെ പറയുന്ന ഒരാളാണ്. അതാണ് ആദ്യം എഴുതി വെക്കേണ്ടത്. കൊളോണിയലിസത്തിനെതിരെ പറയുന്ന ഒരാളാണ് ഫ്രാൻസ് ഫാനൺ. ഫ്രാൻസ് ഫാനൺ അൾജീരിയയിലാണ് ജനിച്ചതും അതുപോലെ ഒരു അൾജീരിയൻ വാർ ഇൻഡിപെൻഡൻസ് സപ്പോർട്ടറായിരുന്നു. ഒരു ഫ്രീഡം ഫൈറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഇൻഡിപെൻഡൻസ് സപ്പോർട്ടറായിരുന്നു. അതുപോലെ ഡീകൊളോണൈസേഷൻ അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ്. കൊളോണൈസേഷനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഐഡിയാസ് എപ്പോഴും കോളനിക്കെതിരായിരുന്നു, കോളനി വൽക്കരണത്തിനെതിരായിരുന്നു. ഓക്കെ. അതുപോലെ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസും അദ്ദേഹം ഫോക്കസ് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിക്കൽ ഫോക്കസ് ഒരു മെന്റൽ ഡിസീസിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്ക് പൊളിറ്റിക്കൽ സയൻസിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊളോണിയലിസം ഒരു സൈക്കിക് ആയിട്ടുള്ള കാര്യമാണ്. കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു സൈക്കിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കോളനികളുടെ അടിമകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റും? നമ്മൾ ഇപ്പോഴും കോളനികളുടെ അടിമകളാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റോട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും? അതായത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം ഇപ്പോഴും ഓരോ വ്യക്തിയും കോളനി വൽക്കരണത്തിന് അടിമകളാണ്. കോളനി വൽക്കരണം കഴിഞ്ഞിട്ട് കുറെ വർഷമായി, 47 കഴിഞ്ഞു പോയി. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു അടിമകളാണ്, കോളനി വൽക്കരണത്തിന് അടിമകളാണ്. ശരിയാണോ തെറ്റാണോ? പെട്ടെന്ന് മുന്നോട്ട് പോകണം. പെട്ടെന്ന് തീരും. ഈ ഫ്രാൻസ് ഫാനൺ കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നാലും ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായാൽ ശരിയാവും. ഒരാൾ പറയുന്നതല്ല, 2 ആൾ പറയുന്നതല്ല. ഓക്കെ.
വേറെ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ആണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കോളനി വൽക്കരണത്തിന് അടിമകളാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മളിപ്പോഴെല്ലാവരും, നമ്മളെ ഇപ്പോഴെന്നല്ല, നമ്മൾ ഇതുവരെയും കോളനി വൽക്കരണത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. നമ്മൾ കോളനി വൽക്കരണത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. കാര്യം എന്താ? നമ്മളിപ്പോഴും കൺസ്യൂമേഴ്സ് ആണ്. നമ്മളിപ്പോഴും പലപ്പോഴും കോളനികൾ ഇവിടെ ഇട്ടിട്ട് പോയി. കോളനിയുടെ പ്രധാന ഡ്യൂട്ടി എന്താ? കൺസ്യൂമർ, നമ്മളെ കൺസ്യൂമറാക്കി മാറ്റുക. നമ്മുടെ റോ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് സിമ്പിളായിട്ട് നമ്മളെ കൺസ്യൂമറായിട്ട് മാറ്റുക എന്നുള്ളതാണല്ലോ കോളനിയുടെ ഉദ്ദേശം. നമ്മളിപ്പോഴും കൺസ്യൂമർ അല്ലേ? നമ്മളിപ്പോഴും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരിക്കുന്ന വെസ്റ്റേൺ സൈഡിൽ നിന്നല്ലേ? ഐഫോൺ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ഒരു നല്ല ഗാഡ്ജറ്റിന്റെ സ്റ്റാൻഡേർഡ് ഐഫോൺ ആണ്, ശരിയല്ലേ? ഇപ്പോഴും നമ്മൾ കുറെ പേരെങ്കിലും ജനറലൈസ് ചെയ്തിരിക്കുന്ന അങ്ങനല്ലേ? ഐഫോൺ ആണ്. അതുപോലെ ഗ്ലോബലൈസേഷൻ മാത്രമല്ല, ഗ്ലോബലൈസേഷൻ ഉണ്ട്, ഗ്ലോബലൈസേഷൻ മാത്രമല്ല, സിമ്പിൾ ടെക്നിക്. നമ്മൾ ഇടുന്ന വസ്ത്രം പോലും കോളനിവൽക്കരണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. കാര്യം എന്താ? ഒരു ബ്രിട്ടീഷുകാരെ ഉൽപ്പാദിപ്പിച്ചോണ്ടല്ല, നമ്മൾ ആ സ്റ്റൈലാണ് ഫോം ചെയ്യുന്നത്, ആ സ്റ്റൈലാണ് നമ്മൾ വേർ ചെയ്യുന്നത്. നമ്മുടെ കൾച്ചർ, ജീൻസ് ഒക്കെ എവിടെ നിന്ന് വന്നു? ജീൻസ് ഒക്കെ ഇന്ത്യൻ കൾച്ചറാണോ? ജീൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോയ്സ് ആണ്, ഞാൻ പറയുന്നത് ചോയ്സ് ഒക്കെയാണ്. പക്ഷെ നമ്മളിപ്പോഴും കോളനി വൽക്കരണത്തിന് അടിമകളല്ല എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഗാഡ്ജറ്റ് ഉൾപ്പെടെ, ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഉൾപ്പെടെ, ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെ പലപ്പോഴും കോളനികൾ നടത്തുന്ന ബിസിനസിന്റെ വെറും കൺസ്യൂമേഴ്സ് ആണ് നമ്മൾ, അല്ലേ? ഇപ്പം ചിന്തിക്കുമ്പം ശരി തിരിയുന്നുണ്ടോ? നമ്മളിപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പലതും നമ്മളുടെ ഇഷ്ടത്തിനായിരിക്കില്ല ചെയ്യുന്നത്, ഒരാൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഇമിറ്റേറ്റ് ചെയ്യണം നമ്മൾ പലപ്പോഴും. എൻ്റെ ഇഷ്ടപ്പെട്ട നടൻ ഇങ്ങനെ ചെയ്യുന്നു, എൻ്റെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഇതാണ്, നമ്മൾ തന്നെ ബ്രാൻഡ് സെറ്റ് ചെയ്യാണ്. ശരിക്കും പറയാൻ നമുക്ക് നമ്മളുടേതായ ഒരു സ്കിൽ ഉണ്ടാവാം, നമുക്കൊരു ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള സ്കില്ലൊക്കെ ഉണ്ടാവാം, നമുക്ക് നമ്മളുടേതായ ഒരു കാലിബർ ഉണ്ടാവാം. പക്ഷെ നമ്മളത് ഡിജിറ്റലൈസേഷന് വേണ്ടി ഉപയോഗിക്കാനുള്ള ടെക്നോളജി ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഡിപ്പെൻഡബിൾ ആയിട്ട് നിൽക്കുന്നത്. കൊളോണലൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് പോയി നമ്മുടെ കൺസ്യൂമറാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ ഡീകോളനൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. നമ്മളിപ്പോഴും സോഷ്യൽ മീഡിയയിൽ അടിമകൾ തന്നെയല്ലേ? നിങ്ങളുടെ സെറ്റിംഗ്സ് എടുത്ത് നോക്കുക. സോഷ്യൽ മീഡിയ, യൂട്യൂബിൽ എത്ര സമയം ചെലവഴിക്കുന്നു, ഇൻസ്റ്റഗ്രാമിൽ എത്ര സമയം ചെലവഴിക്കുന്നു. വി ആർ സ്ലേവ്സ് എന്ന് എടുത്ത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റും, ശരിയല്ലേ? ഇൻസ്റ്റഗ്രാം ഇന്ത്യക്കാരുണ്ടാക്കിയതാണോ? അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇത് നിലനിർത്തേണ്ട ആവശ്യമാണ്? വെസ്റ്റേണോ യൂറോപ്യനോ ആയിട്ടുള്ള ബിസിനസ് ഓറിയന്റഡ് കൺട്രീസിന്റെ ആവശ്യമാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ. സോ നമ്മൾ ഡീകൊളനൈസേഷൻ ആയി എന്ന് പറഞ്ഞാലും കോളനൈസേഷന്റെ സ്ലേവ്സ് തന്നെയാണെന്ന്. ഇതാണ് ഫ്രാൻസ് ഫാനൻ പറയുന്നത്. എത്ര പറയുന്നു? ഞാൻ പറഞ്ഞ കാര്യം വെറുതെ ഞാൻ ചുമ്മാ തള്ളിയല്ല. ഫ്രാൻസ് ഫാനൻ പറയുന്നു നമ്മൾ കോളനികളായിരുന്നു, ഇതൊക്കെ കഴിഞ്ഞു. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും നമ്മൾ നമ്മുടെ സുപ്പീരിയോറിറ്റിയിലല്ല ഉള്ളത്. കൊളോണിയലിസം എൻഡ് ചെയ്തു എന്ന് എല്ലാവരും വിചാരിക്കുന്നു, പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇതിലല്ല ഉള്ളത്. ഇപ്പൊ കൊളോണിയലിസത്തിന്റെ രീതി മാറിയിട്ടുണ്ട്. മെന്റാലിറ്റിയിലും കൾച്ചറലിലും അതുപോലെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിലും പലപ്പോഴും കോളനി വൽക്കരണം ഇപ്പോഴും ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. അതിന്റെ ഡിസ്ക്രിമിനേഷൻസ് ഇപ്പോഴും ലോകത്തുണ്ട്. ഇതെല്ലാം കോളനി വൽക്കരണത്തിന്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ നമ്മളിപ്പോഴും നമ്മുടെ കൾച്ചറിനെ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ കൾച്ചർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കൾച്ചറൽ മോറൽ സുപ്പീരിയോറിറ്റി ഒക്കെ നമ്മൾ അറിയുന്നത് പോലും ഇല്ല. ഒരു തോന്നൽ മാത്രമായിരിക്കും. ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ തോന്നൽ മാത്രമായിരിക്കും. അതൊക്കെ നമ്മളിപ്പോഴും നമ്മുടെ കൾച്ചറിനെ അംഗീകരിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സൈക്കിക് മേഖലയിൽ, അതായത് സൈക്കോളജി ലെവലിലാണ് ആരും സംസാരിക്കുന്നത്. ഫ്രാൻസ് ഫാനൻ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. പക്ഷെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, കോളനൈസേഷന് എതിരായിട്ട് സംസാരിക്കുന്ന ആളാണ് ഫ്രാൻസ് ഫാനൻ. അതിന്റെ സൈക്കോളജിക്കൽ ലെവലിൽ ഫാക്ടേഴ്സ് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴും വൈറ്റും ബ്ലാക്കും തമ്മിലുള്ള റേഷ്യസം ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ കൾച്ചറൽ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പിന്നെ കോളനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വയലന്റ് സോഴ്സസിൽ, ഇപ്പൊ നമ്മൾ അടിച്ചോടിച്ചു, ഇപ്പൊ ഇന്ത്യ എന്താ പറയാ, ബ്രിട്ടീഷുകാരെ അടിച്ചോടിച്ചു എന്നാണ് പറയുക. പക്ഷെ റിയാലിറ്റി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, ശരിക്കും അടിച്ചോടിച്ചതാണ്, അവർ തന്നിട്ട് പോയതാണ്. ശരിക്കും സ്വാതന്ത്ര്യം നമ്മൾ അടിച്ചോടിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രീഡം ഫൈറ്റ് നടത്തിയത് കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഫ്രീഡം ഫൈറ്റേഴ്സ് നമ്മൾ അങ്ങനെ കുറച്ചാണ് അങ്ങനെ പറയുന്നതല്ല.
ശരിക്കും പറഞ്ഞ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി, ഓക്കെ ഇനി കൊടുത്തിട്ട് പോവാം. അവർ ഡിവിഷൻ ചെയ്തിട്ടല്ലേ പോയത്, പാകിസ്ഥാൻ ഉൾപ്പെടെ ഡിവൈഡ് ചെയ്തിട്ടല്ലേ പോയത്. അവർക്ക് എന്താണോ വേണ്ടത് അവരത് ചെയ്തിട്ടല്ലേ പോയത്. അവര് നമ്മളെ എടുക്കാൻ പറ്റുന്ന എല്ലാം എടുത്തു, എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്തു. പിന്നെ അവസാനം പോയപ്പോൾ പാർട്ടീഷൻ ചെയ്തിട്ടല്ലേ പോയത്, ഡിവിഷന്റെ ഒരു വിത്തും കൂടെ ഇവിടെ ഇട്ടിട്ടല്ലേ പോയത്. ഇതെല്ലാം സക്സസ് ആയില്ലേ. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നേടിയെടുത്തത് എന്ന് പറയുന്നതിനേക്കാളും റിയാലിറ്റി അറിയാവുന്ന, അല്ലെങ്കിൽ റിയാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മളുടെ സിസ്റ്റം പോലും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവർ പോയത്. എങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, എങ്ങനെ നമ്മൾ ഇത് പറയണം, വൈസ്രോയി ഉണ്ടാവണം, വൈസ്രോയ്ക്ക് പകരം ഇവിടെ ഒരു പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ഉണ്ടാവും, വൈസ്രോയ്ക്ക് പകരം വേറൊരു ഹെഡ് ഓഫ് ദ സംഭവം ഉണ്ടാവും. ഇങ്ങനെ വെച്ചിട്ടാണ് പോയത്. അതായത് 1935 ബ്രിട്ടീഷുകാർ എന്ത് സിസ്റ്റമാണോ ഫോളോ ചെയ്തത് അത് തന്നെയാണ് ഇന്ത്യ എന്നും ഫോളോ ചെയ്യുന്നത്. വലിയ മാറ്റമൊന്നുമില്ല, അത് തന്നെയാണ് ഇന്ത്യ എന്ന് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഡീകൊളോണൈസേഷൻ നടന്നിട്ടുണ്ട് എങ്കിലും പലപ്പോഴും ഇത്, പക്ഷെ ഇത് ഇന്ത്യൻ ബേസ് അല്ല. ആര് പറയുന്നത്? ഫ്രാൻസ് ഫാനൻ പറയുന്നത് അൾജീരിയൻ ബേസിലാണ്, പക്ഷെ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഫ്രാൻസ് ഫാനിന്റെ ബുക്കിന്റെ ഇതുകൊണ്ട് നോക്കിയിരിക്കണം, ബ്ലാക്ക് സ്കിന്ന്, ഡൈയിങ് കൊളോണിയലിസം, റച്ചഡ് ഓൺ ദ എർത്ത്, ആഫ്രിക്കൻ റെവല്യൂഷൻ. ബുക്കിന്റെ പേര് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് BD വാർ എന്നാണ്. BD വാർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്കിന്ന്, വൈറ്റ് മാസ്ക്, ഡൈയിങ് കൊളോണിയലിസം, റച്ചഡ് എർത്ത്. 4 ബുക്കായി BD വാർ. 4 ബുക്കും 4 വർഷം പഠിച്ചു. ബുക്കിന്റെ പേരൊക്കെ ചോദിക്കാനേ ചാൻസ് ഉള്ളൂ നിങ്ങൾക്ക് സെറ്റ്. ഓക്കെ. ഫ്രാൻസ് ഫാനോൺ ഡീകൊളോണൈസേഷന് എതിരായിരുന്നു, സൈക്കോളജിസ്റ്റ് ആയിരുന്നു, സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അതുപോലെ കൊളോണിയലിസം എന്ന് പറയുന്നത് ഇപ്പോഴും പലപ്പോഴും നമ്മൾ കൊളോണിയലിസത്തിന്റെ അടിമകളാണ് എന്ന് പറയുന്നു. നമ്മൾ വയലൻസിലൂടെ അല്ല മാറ്റേണ്ടത്, പലപ്പോഴും നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ കുറച്ചും കൂടെ ഇന്നർ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ചേഞ്ച് ആക്കിക്കൊണ്ടാണ് നമ്മൾ മാറ്റേണ്ടത്. അല്ലാതെ നമ്മൾ വയലൻസിലൂടെയാണ് കൊളോണിയലിസം എൻഡ് ചെയ്യിക്കാമെന്ന് വിചാരിക്കേണ്ടത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ കൊളോണിയലിസം ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഫ്രാൻസ് ഫാനോൺ പറഞ്ഞത്. ഇനിയും 2-3 വലിയ ആൾക്കാരുണ്ട്. ഇത് രണ്ടും ഈ മാർക്സ് മനസ്സിലാക്കണമെങ്കിൽ, മാർക്സ് മനസ്സിലാക്കിയാൽ മാത്രമേ ലെനിൻ മനസ്സിലാക്കാൻ പറ്റൂ. ഇത് ചിലപ്പോൾ സെറ്റിന് ഉപകാരപ്പെടുന്നേക്കാളും ഞാൻ ഒരു ക്ലാസ് എന്ന രീതിയിൽ പ്രോപ്പറായിട്ടാണ് എടുക്കുക. സെറ്റിന് വേണം, സെറ്റിനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അത് നാളെ എടുക്കുന്നുള്ളൂ, അത് വലുതാണ്. ഞാൻ 1 മണിക്കൂർ കൂടുതൽ അങ്ങനെ എടുക്കാറില്ല, ഞാൻ നാളെ എടുക്കുന്നുള്ളൂ. പക്ഷെ എന്താണ് പ്രോപ്പറായിട്ട് നാളെ മനസ്സിലാക്കേണ്ട ക്ലാസ്സാണ്. മാർക്സിസം എന്ന് പറയുന്ന വലിയ ടോപ്പിക്കാണ്, അത് വളരെ ചുരുക്കിയായിരിക്കും പറയുന്നത്, സിമ്പിൾ സംഭവമായിരിക്കും പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ നാളെ തന്നെ ക്ലിയർ ചെയ്ത് പോകും. നാളെ തന്നെ അത് മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുള്ളത് ക്ലിയർ ചെയ്ത് വേണം പോകും. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ അല്ലേ? ഒറ്റ സ്ട്രെച്ച് ക്ലാസ് എടുത്തോണ്ടിരിക്കും. ഇപ്പൊ 3-3.5 മണിക്കൂറായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഫൈൻ, താങ്ക് യു. ഇപ്പം PDF വാങ്ങിച്ചോണേ. താങ്ക് യു.